السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ അപകടം പിടിച്ച വാദഗതികളുമായാണ് നമ്മുടെ നാട്ടിലെ ശിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ഒക്കെ ആളുകൾ ഇന്ന് അരങ്ങുവാണ് കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കപ്പെട്ട പോലെ ഇത്തരം വാദങ്ങൾ ഇവിടെ മാത്രം ഉണ്ടായി വന്ന ഒന്നല്ല. കാരണം ശിർക്ക് അതെല്ലാ കാലത്തുമുണ്ട്, എല്ലാ ദേശത്തുമുണ്ട്. രൂപഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ലോകത്തെവിടെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വളരെ വിചിത്രമായ വാദങ്ങളാണ് പറഞ്ഞ് ഇന്ന് നമ്മുടെ നാട്ടിലെ പല ആളുകളും എത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ ഫിർഔനിന്റെ വാദം ഇവിടെ മാലിക് സലഫി സൂചിപ്പിക്കുകയുണ്ടായി. ഹല്ലാജിന്റെ വാദവും ഇവിടെ പറഞ്ഞു. സമാനമായി ലോകചരിത്രത്തിൽ പലരും ഞാനാ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവര് പോലും പറഞ്ഞതിനപ്പുറത്തേക്ക് അതിനെപ്പോലും മറികടക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇന്നിവിടെ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ ഏറ്റവും അവസാനമായി ആരാ CM മടവൂരി എന്ന് ചോദിച്ചാൽ അത് പടച്ചോനാണെന്ന് പറയണമെന്ന് തന്നെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നിടത്തേക്ക് ഇന്ന് ഇത്തരം ആദർശത്തിന്റെ ആളുകൾ എത്തിയെന്നതാണ് ഏറ്റവും വലിയ വേദനാജനകം. ആ വാചകങ്ങൾ പക്ഷെ നമ്മൾ കേട്ടവരായിരിക്കാം. എന്നാലും ഈ നാട്ടുകാരനായ പെരിന്തൽമണ്ണക്കാരനായ ഖാദിരിയ തുരീഖത്തിന്റെ ഒരാളായി പ്രവർത്തകനായി രംഗത്ത് വന്ന സക്കരിയ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് ആ പാട്ടിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും അത് ന്യായീകരിക്കുകയും ഇത് മാത്രമല്ല ഇനിയും ഇതുപോലെ ധാരാളം പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നും ഇനിയും എഴുതുമെന്നും അതാണ് എന്റെ നയമെന്നും വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. ഹൂവല്ല മടവൂരേ, ഹൂവല്ല മടവൂരേ. മടിയിൽ കനമത് ഉള്ളോരെ കനമത് മടിയിൽ വെച്ചോളൂ, കുൻപയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂരേ, ഹുവ 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 മടവൂരേ. അപ്പൊ ഹൂ അല്ല മടവൂര് അതിനെ കൂടെ കൂട്ടി പറയുന്നത്. ആരാ CM പടച്ചോനാണോ ചോദിച്ചാൽ അവരോട് ചൊല്ല്, അതേ മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, ഹൂ അല്ല മടവൂര്. എത്രമാത്രം അപകടമാണ് ഈ ഒരു അടിസ്ഥാനരഹിതമായ ഇസ്ലാമിക വിരുദ്ധമായ ഈ വാദം. ഇതൊരു പാട്ടായി രംഗത്ത് വന്നു. നേരത്തെ അബ്ദുൽ മാലിക് സലഫി സൂചിപ്പിച്ച പോലെ ആദ്യം അത് മുജാഹിദീങ്ങളുടെ പേരിൽ വെച്ചിട്ടാണ് ശ്രമമുണ്ടായത്. സഖാഫിമാരൊക്കെ FB-യിൽ വന്നിട്ട് എഴുതി അത് വഹാബിയാണ് പൈസ കൊടുത്ത് എഴുതിപ്പിച്ചതാവുന്ന. അപ്പൊ പൈസ കൊടുത്താൽ ഈ മൂല്യന്മാർ എന്തും കാട്ടുന്നല്ലേ ഓരും സമ്മതിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരുത്തം ചെയ്യോ പൈസ ഇട്ടിയാൽ? പിന്നെയാണ് എഴുതിയ രംഗത്ത് വന്നു ഞാനാണെന്ന് പറഞ്ഞ് സമ്മതിച്ചപ്പോ പിന്നെ ഫേസ്ബുക്കിൽ എഴുതിയ മനുഷ്യന്മാരെയൊന്നും പിന്നെ കാണുന്നില്ല. ഇത് സോഷ്യൽ മീഡിയ വ്യാപകമായി എല്ലാ ഗ്രൂപ്പുകളിലും വന്നു. സാധാരണക്കാർ ഉസ്താദുമാർ നേർക്കുനേരെ പോയി ചോദിക്കാൻ തുടങ്ങി. പൊറുതി മുട്ടിയപ്പോഴാണ്, നിവൃത്തിയില്ലാതായപ്പോഴാണ് പേരോട് മുസ്ലിം അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങി നമുക്കിത് ബന്ധമില്ല, ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. പറഞ്ഞപ്പോഴോ അത് അതിലേറെ വലിയ അപകടത്തിലാ ചെന്നു ചാടുന്നു എന്ന് അവർ പോലും ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവുകയില്ല.
പേരോട് മുസ്ലിം രംഗത്തിറങ്ങി എന്നത് പറയാൻ പാടില്ല. ഇത് പറഞ്ഞ ഇസ്ലാമിന് പുറത്തു പോകുന്ന കേട്ടോളി പേരോട് മുസ്ലിയാരുടെ ആ ഒരു ഭീഷണി. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ? പടച്ചോനാ, ഞങ്ങളെ പടച്ചോൻ മടവൂരാ. ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അപ്പൊ കണ്ടോ, ഇത് ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുന്ന കാര്യമാണത്രേ. നമുക്ക് തീരുമാനാക്കണം. ഇൻഷാഅല്ലാഹ് വരാം ലാസ്റ്റ് നമുക്ക്. ഇവര് പണ്ട് പറഞ്ഞെന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാ പിന്നെ ശിർക്ക് പേടിക്കണ്ടാന്ന്. പിന്നെ എങ്ങനെയാ ശിർക്ക് വരിക? അപ്പൊ ഈ പാട്ട് എഴുതിയ ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാത്ത ആളാണോ? ശേഷം വരുന്നുണ്ട് അതിലേക്ക്. അതിന് മുമ്പ് ചില കാര്യം പറയാനുണ്ട്. അപ്പൊ അദ്ദേഹം പറയാ ഇത് വലിയ അപകടമാണ്, ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിവാകാൻ പറ്റുമെന്ന വ്യാമോഹത്താലാണ് പേരോട് മുസ്ലിയാർ ഈ സംസാരവുമായി രംഗത്ത് വന്നത്. ഇത്തരം ഏത് ചീഞ്ഞുനാറിയ ഖുറാഫാത്തുകളെയും ഏറ്റെടുക്കുകയും ന്യായീകരിക്കുകയും അത് ആവേശത്തോടെ അഭിമാനത്തോടെ എടുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നൗഷാദ് മുസ്ലിയാറുണ്ട്. കാട്ടുവളപ്പിൽ നൗഷാദ് മുസ്ലിയാർ മൂപ്പരെ ശരിക്കുള്ള പേര്. കുന്നംകുറ്റി ഹസനി എന്നും പറയാറുണ്ട്. നാട്ടിലേക്ക് ചേർത്തിക്കും. ഇപ്പൊ നാടനാണ്. ആ മനുഷ്യനടക്കം പറഞ്ഞേ ഞങ്ങൾ അറിയില്ല. കാരണം ഇത് ഞങ്ങൾ അറിയുന്നു പറയാൻ ധൈര്യമായിട്ടില്ല. അതുകൊണ്ടാ, അറിയാത്തതുകൊണ്ടല്ല, പറയാത്തത് കൊണ്ടല്ല. ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കേട്ട സാമ്പിളുകൾ ഇനിയും കേൾക്കാൻ നമുക്ക് ശേഷവും. പക്ഷേ ഇത് പച്ചമലയാളത്തിൽ പറയുമ്പോൾ മടവൂര് പടച്ചോനാണ് എന്ന് നേർക്കുനേരെ മലയാളത്തിൽ പറയുമ്പോൾ അത് ന്യായീകരിക്കാൻ അല്പമൊന്നും ധൈര്യം പോരാ. അത് ആളുകൾ കൈകാര്യം ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് ആ മുസ്ലിയാരടക്കം രംഗത്തിറങ്ങി പറഞ്ഞു ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന്. അദ്ദേഹം പറഞ്ഞോട്ടെ, ആ ഭാഗം കേൾക്കാൻ നമുക്ക്. ഞങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കാൻ നോക്കണ്ട, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. ആ പാട്ടിന് ഈ ലോകത്ത് വല്ല ഉത്തരവാദി ഉണ്ടെങ്കിൽ അതാരാന്നറിയോ? സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അതെ, ശരിയാണ്. കണ്ടങ്ങള് എന്താ പറഞ്ഞത്? ഈ പാട്ടിന് വല്ല ഉത്തരവാദി ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അയാളെ കൊണ്ടാണോ ഇയാളുണ്ടായത്? ആ പേരോട് നടത്തുന്ന ആളോ ഇയാളും പഠിച്ചു വന്നത്? അപ്പൊ എല്ലാത്തിനും ഉത്തരവാദിത്തം സമസ്തയിലേക്ക് തന്നെ. സമസ്ത വന്നതോ ഒറിജിനൽ പേരോട് വന്നതോ ഒറിജിനൽ സമസ്ത തെറ്റിപ്പിരിഞ്ഞു പോന്നിട്ട്? അതാ ഞങ്ങൾ പറഞ്ഞത്, പ്രതികൾ സമസ്ത തന്നെ. ഇത് അവർ തന്നെ പറഞ്ഞു, മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞു, ഇത് അവരാണ് പ്രതികൾ. എല്ലാവരും പ്രതികൾ തന്നെയാണ് ആ വിഭാഗത്തിൽപ്പെട്ടവർ. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന്റെ സ്ഥാനത്തേക്ക് സൃഷ്ടികളെ കൊണ്ടുപോയി അവരോധിക്കുന്ന ഈ ശൈലി ജൂതന്മാരിൽ നിന്ന് ഷിയാക്കൾ ഏറ്റെടുക്കുകയും ഷിയാക്കളിൽ നിന്ന് സൂഫികൾ ഏറ്റെടുക്കുകയും ആ തസവുഫിനെ ത്വരീഖത്തിനെ ഇവിടെ സമസ്ത കൂട്ടുപിടിച്ചു പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഈ അപകടത്തേക്ക് എത്തിയത് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ഏറ്റവും അവസാനത്തൊരു ഉദാഹരണം മാത്രമാണ് നേർക്കുനേരെ പ്രഖ്യാപിച്ച ഈ ഒരു പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ ഇത് സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരാൾ വെറുതെ ഒരു പാട്ട് എഴുതി പോയതല്ലോ, വെറുതെ ഇരുന്നിട്ട് അത് പാട്ട് എഴുതി പോയതല്ല. അതുപോലെ ഒരുപാട് പാട്ടുകൾ അത് എഴുതിയിട്ടുണ്ട്. രണ്ട് സമസ്തയും സമാനമായ പല പദ്യങ്ങളും ഗദ്യങ്ങളും എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പാടുകയും പ്രചരിപ്പിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ മുസ്ലിയാക്കന്മാർ അഖിലവും തന്നെ. കാന്തപുരത്തിന്റെ കാളന്തൂർ മർക്കസിൽ നിന്നാണല്ലോ അവിടെ പഠിപ്പിക്കുന്ന, അവിടെ ഉസൂലി ഫിഖ്ഹിന്റെ ഉസ്താദായ ഒരു മുസ്ലിയാർ സഖാഫിയാണല്ലോ അൽ മൗലിദുൻ നൂരി എന്ന് പറഞ്ഞുകൊണ്ട് മടവൂർ ശൈഖിന്റെ മൗലിദായി അറബിയിൽ വലിയ ഗ്രന്ഥം എഴുതിയത്. ആരാ അവതാരിക എഴുതിയത്? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതിയത്. ആ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലാ വീട്ടിലും പാരായണം ചെയ്യണമെന്നാണ്. എല്ലാ വീട്ടിലും പാരായണം ചെയ്യണമെന്നാണ് ആ അവതാരികയിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ ആഹ്വാനം ചെയ്തത്. ആ മൗലിദ് കിതാബ് ഇല്ലാത്ത ഒന്നും ഈ പാട്ടിലുമില്ല. ഈ പാട്ടിന് ഹു അല്ലാ മടവൂര് എന്നാണെങ്കിൽ കുൻ ഫയക്കൂല കുന്ന് അത് മടവൂരാണ് എന്നാണെങ്കിൽ ഏതാണ്ട് ആശയങ്ങളൊക്കെ ആ മൗലിദുൻ നൂരി എന്ന് പറയുന്ന മടവൂർ ശൈഖിനെ പറ്റി എഴുതിയ മൗലിദ് കിതാബിലുമുണ്ട്. കുഞ്ഞെന്ന സ്ഥാനം ശൈഖിനുണ്ട് എന്നാണ് ആ പാട്ടിൽ പഠിപ്പിച്ചത്. അല്ലാഹു തആല ഒരു വസ്തുവയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതുണ്ടാകുമെന്നാണല്ലോ.
അതേ സ്ഥാനം മടവൂരിനുമുണ്ട്. മടവൂരും കുന്നെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുമത്രേ എന്നാണ് ആ പാട്ടിനും പഠിപ്പിച്ചത്. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഈ ഒരു പാട്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചുണ്ടായതല്ല. ഇതിലേക്ക് എത്തിച്ചത് സമസ്തയുടെ തലതിരിഞ്ഞ ആശയങ്ങൾ തന്നെയാണ്. ആ ആശയം സമസ്ത സ്വീകരിച്ചത് ത്വരീഖത്തുകാരിൽ നിന്നാണ്, സൂഫികളിൽ നിന്നാണ്. അവർക്കത് ലഭിച്ചതോ ഷിയാക്കളിൽ നിന്നാണ്. ഷിയാക്കൾ ഉണ്ടായതോ ജൂതന്മാരിൽ നിന്നാണ്. അതാണ് ഇതിന്റെ അടിവേര്. അതുകൊണ്ട് ഇതൊന്നുമല്ലാതെ അതിനപ്പം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. എന്നാൽ സമസ്തയും രൂപം കൊണ്ട കാലഘട്ടത്തിലൊന്നും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഇപ്പോഴല്ല, ഇപ്പൊ എന്തും പറയാമെന്നാണ്. അള്ളാഹു കൊടുത്ത കഴിവിനെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ മതി എന്ന പ്രശ്നമില്ല. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും, സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആരെക്കുറിച്ചും എന്തുമാകാമെന്ന് ആരോടും ചോദിക്കാം, എന്തും ചോദിക്കാം, എന്തും വിശ്വസിക്കാം, യാതൊരു പ്രശ്നവുമില്ല എന്നാണല്ലോ സമസ്തയുടെ അടിസ്ഥാന ആശയം. ആ ആശയം തിരുത്താത്ത കാലത്തോളം ഇതും ഇതിനപ്പുറവും വരും. അവരിവിടെ പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാനം അതാണ്. മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയാൻ ഇതാണ് അടിസ്ഥാനം. മുദബ്ബിറാണെന്ന് പറയാൻ ഇതാണ് അടിസ്ഥാനം. മാലമൗലികൾക്ക് ഇതാണ് അടിസ്ഥാനം. കുത്തുബിയ്യത്തിന് ഇതാണ് അടിസ്ഥാനം. ദർഗകൾ ജാറങ്ങൾക്ക് ഇതാണ് അടിസ്ഥാനം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ ദർഗയിലേക്ക് ചെല്ലാൻ ഇതാണ് അടിസ്ഥാനം. ഉറുക്കും നൂലും ഏലസും കെട്ടിയടക്കാൻ അടിസ്ഥാനം എന്താ? കൊടുത്ത കഴിവ് എന്നാണ്. എല്ലാം ചെന്നെത്തുന്നത് ഈ കൊടുത്ത കഴിവ് എന്ന ആ ഒരു ദുർബലമായ വാദത്തിലാണ്. അതവർ വ്യത്യസ്തമായ തലങ്ങളിൽ എഴുതിയിട്ടുമുണ്ട്. ഇത് SYS ഇറക്കിയ പുസ്തകമാണ്. ഷഹാദത്ത് കലിമയും സുന്നി വിശ്വാസവും. ഷഹാദത്ത് കലിമയും സുന്നി വിശ്വാസവും എന്ന പേരിൽ SYS പുറത്തിറക്കിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ 13-ാമത്തെ പേജിൽ വ്യക്തമായി എഴുതുകയാണ്: ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളവന്റെ മുമ്പിലുള്ള വിനയമാണെങ്കിൽ അത് ഇബാദത്താകുന്നു എന്നും, അല്ലാത്തവരുടെ മുമ്പിലാണെങ്കിൽ ഇബാദത്തല്ല എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കുറെ ന്യായം മേലെ പറഞ്ഞിട്ട് അയാൾ പറയാണ്, സ്വയം കഴിവുള്ളവന്റെ മുമ്പിലാണോ ഈ ഒരു ആദരവ്, അത് ഇബാദത്താണ്. അല്ലാത്തവന്റെ മുമ്പിലാണോ എങ്കിൽ ഇബാദത്തല്ല എന്നൊരു പറയാം. ഇനി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം നോക്കാം. സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അള്ളാഹു മാത്രമേയുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. കണ്ടോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമാണ് മാറ്റി ഓലെ വാദം ശരിയാക്കാൻ വേണ്ടി. നമ്മളൊക്കെ പണ്ടേ പഠിച്ചു വന്ന അർത്ഥം എന്താ? ആരാധകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ എന്തായി അർത്ഥം? സ്വയം കഴിവുള്ളവൻ, സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അള്ളാഹു മാത്രമേയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത ആരുടെ മുമ്പിലും എന്ത് ഗോഷ്ഠി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവർക്ക് ആരാധിക്കലാവുക ഇല്ല. കണ്ടോ? ഇത് വെച്ച് നോക്കുമ്പോൾ, ഏത് വെച്ച് നോക്കുമ്പോൾ, അവരുണ്ടാക്കിയ വ്യാജമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ആരുടെ മുമ്പിൽ പോയി എന്ത് ഗോഷ്ഠി കാണിച്ചാലും ശരി, എത്ര താഴ്മ കാണിച്ചാലും ശരി, അത് അവർക്കുള്ള ആരാധന ആവുക ഇല്ല. അത് ആരാധന ആകാതിരിക്കാൻ എന്താ ന്യായം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വയം കഴിവുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ മൊഹീദ്ദീൻ ശൈഖിന് സ്വയം കഴിവുണ്ടോ? ഇല്ല. CM സ്വയം കഴിവുണ്ടോ? ഇല്ല. ആർക്കും സ്വയം കഴിവില്ല. അതുകൊണ്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരാളിൽ നിന്ന് ശിർക്ക് സംഭവിക്കുകയില്ല. എന്തു ചെയ്താലും പ്രശ്നമില്ല. എന്ത് ഗോഷ്ഠി കാണിച്ചാലും, എത്ര താഴ്മ കാണിച്ചാലും അതൊന്നും അവർക്കുള്ള ആരാധന ആവുക ഇല്ല. പുസ്തകം ഷഹാദത്ത് കലിമയും സുന്നി വിശ്വാസവും. ഇതാണ് സുന്നി വിശ്വാസം. ഇത് യഥാർത്ഥത്തിൽ ഷിയ വിശ്വാസമാണ്, സുന്നി വിശ്വാസമല്ല. അതിന് ശേഷം പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന് AP സുന്നികളുടെ പ്രസിദ്ധീകരണമാണ് സുന്നത്ത് മാസിക. ആ സുന്നത്ത് മാസികയിൽ 2003 ജൂലൈ മാസത്തെ സുന്നത്ത് മാസികയിൽ എഴുതുകയാണ്: ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. സുജൂദിന്റെ രൂപത്തിൽ കടന്നാൽ എന്നല്ല, സുജൂദിന്റെ കോലം കെട്ടിയാൽ എന്നല്ല, പിന്നെയോ ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്,
ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. എന്താ കാരണം? അവർക്കാർക്കും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. സ്വയം കഴിവ് വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാത്ത കാലത്തോളം യാതൊരു പ്രശ്നവും വരാനില്ല, ഒരു ശിർക്കും സംഭവിക്കാനില്ല, ഒരു പേടിയും വേണ്ട എന്നാണ് ഇവർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചത്. ആ ധൈര്യത്തിലാണ് ഇങ്ങനെ എന്തും പാടാനും പറയാനും എല്ലാമുള്ള ധൈര്യം ഇത്തരം ആളുകൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് 10 ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ 10 ചോദ്യത്തിന് ഉത്തരം മര്യാദക്ക് പറഞ്ഞാൽ സമസ്ത പിരിച്ചുവിട്ടു പോകും. ഇല്ലെങ്കിലോ ഈ പാട്ട് അംഗീകരിക്കും വേണ്ടി രണ്ടാലൊന്ന്. ഒന്നുകിൽ ഈ പാട്ട് അംഗീകരിച്ച് CM പഠിച്ചോനാ കുഴപ്പമില്ല എന്ന് സമ്മതിച്ചു പോവുക, അല്ലെങ്കിൽ സമസ്ത പിരിച്ചുവിട്ട് തൗഹീദിന്റെ പ്രചാരണവുമായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ കൂടുക. രണ്ടാലൊന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതെ ആരെക്കുറിച്ച് എന്ത് വിശ്വസിച്ചാലും എന്ത് തേടിയാലും ആരാധനയുടെ ഏത് അംശം ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലും അതൊന്നും ശിർക്കാവുക ഇല്ല എന്ന നിങ്ങളുടെ ഈ വാദമാണ് ഈ അപകടത്തിലേക്ക് സമൂഹത്തെ എത്തിച്ചത്. അതിനാൽ ഒന്നുകിൽ ഈ പാട്ടിന്റെയും ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ആ വാദം അബദ്ധമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തുക. രണ്ടിൽ ഏതാ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഒന്നുകൂടെ പറയാം. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതെ, അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവില്ലെന്നാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെക്കുറിച്ച് എന്ത് വിശ്വസിച്ചാലും എന്തു തേടിയാലും ആരാധനയുടെ ഏത് അംശം ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലും അതൊന്നും ശിർക്കാവില്ല എന്നാണോ സമസ്തന്റെ വാദം? ആ വാദമാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒന്നുകിൽ ആ വാദപ്രകാരം ഈ പാട്ടിനും കുഴപ്പമില്ല, ഈ പാട്ടും ശിർക്കാവില്ല. എന്താ പ്രശ്നം? CM പഠിച്ചോൻ എന്താ കുഴപ്പം? പടക്കാനുള്ള കഴിവ് അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പോരെ. പടക്കാനുള്ള കഴിവ് അല്ല കൊടുത്തതാണ്, സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ സമസ്തന്റെ വാദപ്രകാരം ഈ പാട്ടിന് എന്താ പ്രശ്നം? അത് ഒന്നുകിൽ ഈ പാട്ട് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഈ വാദം തെറ്റാണ്, അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തി സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് തൗഹീദിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാൻ തയ്യാറാകണമെന്നാണ് ഒന്നാമത്തെ ചോദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, ഈ അപകടം പിടിച്ച വാദം വഴി ഇവർ എന്തെല്ലാം പറഞ്ഞു വെച്ചു എന്നറിയോ? ഏത് മഹാന്മാരെയും ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചും ഏത് ഭാഷയിലും വിളിക്കാം, ഏത് ആവശ്യത്തിനും വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം. അവിടെ ആവശ്യം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ഭാഷ പ്രശ്നമല്ല. ഏത് സമയത്ത് എവിടെ നിന്ന് ആര് എന്തിനു വേണ്ടി വിളിച്ചാലും ശരി, ആ വിളിയെല്ലാം കേൾക്കുന്നവരാണവർ, ഉത്തരം ചെയ്യുന്നവരാണവർ. മാത്രവുമല്ല, അവർ ഉത്തരം ചെയ്യും, അവർ രോഗം ശിഫയാക്കും, അവർ മുറാദ് ഹാസിലാക്കും, അവർ സ്വർഗം നൽകും, അവർ നരകത്തിൽ നിന്ന് കാവൽ നൽകും, അവർ ഹിദായത്ത് നൽകും, തുടങ്ങി എന്തെല്ലാമാണ് മഹാന്മാരെ കുറിച്ച് രേഖപ്പെടുത്തി വെക്കുന്നത്. മാലപ്പാട്ടിൽ കാണാമത്, മൗലീദിലും ഖുത്ബിയത്തിലും തന്നെയാണുള്ളത്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി മദ്ഹ് എന്ന പേരും പറഞ്ഞ് ആലപിക്കപ്പെടുന്ന ഏത് പദ്യമെടുത്താലും അവിടെയെല്ലാം ഈ ആശയം തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. ഖുത്ബിയത്തിൽ കാണാം, മുഹ്യിദ്ദീൻ ശൈഖ് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ബസ്റുഫു ആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു. ശൈഖേ, താങ്കളൊക്കെ ജീവിച്ചു പോയ ആ സിറാത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് താങ്കൾ എനിക്ക് വഴി കാണിക്കണേ ശൈഖേ. എന്തുകൊണ്ടാ ശൈഖിനോട് ചോദിക്കുന്നത്? ഫല്ലാഹു അഅതകഹു, അല്ലാഹു താങ്കൾക്ക് തന്നിരിക്കുന്നു അത്. ഫഅൻത മാലികുഹു, അതുകൊണ്ട് താങ്കളാണ് ഇപ്പൊ അതിന്റെ ഉടമസ്ഥൻ. ഏതിന്റെ? സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉടമാവകാശം മുഹ്യിദ്ദീൻ ശൈഖിന അല്ല കൊടുത്ത കഴിവ. അതുകൊണ്ട് ശൈഖേ, എന്റെ കൽബിന് ഹിദായത്ത് നൽകണേ. ഖുത്ബിയത്തിലെ വരിയല്ലേ, വനജ്നി മിൻ ലല്ലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹ്യിദ്ദീനി. ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് ശൈഖേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ഖുത്ബിയത്തിലില്ലേ. ഇതൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല എന്ന സമസ്തന്റെ വാദപ്രകാരം. കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാൽ മതി. സ്വയം കഴിവില്ല, അല്ലാഹു തആല നൽകിയ കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ
പിന്നെ ഒരു പ്രശ്നവുമില്ല. അവർക്ക് എന്തും ചെയ്യാൻ കഴിയും, എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും, എന്ത് വേണം ചെയ്യാൻ പറ്റും എന്നാണല്ലോ മുസ്ലിയാക്കന്മാർ പറഞ്ഞത്. കേട്ടോളൂ നിങ്ങൾ ആ വാദമൊന്ന്. ഇത് നിങ്ങൾ ഏത് ഹദറത്തിൽ പോയി ചോദിച്ചാലും അവർ പറയും. പുറത്തു നിന്ന് നോക്കിയാൽ അത് മനസ്സിലാകൂല. അതവിടെ പോയി ഇരിക്കൂ, അവരുടെ പരിശുദ്ധമായ മുഖത്ത് നോക്കിയിട്ടിരിക്കൂ, അല്ലെങ്കിൽ അവരുള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കൂ. വിശാലമായ ആ വലിയ സ്നേഹം, അതിരുകളില്ല അതിന്. ആ സ്നേഹം അനുഭവിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു തന്നെ നേരിട്ട് നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ മുമ്പിൽ വന്നതുപോലെ നമുക്കെന്തെത്തിയാലും നമ്മുടെ മുന്നിൽ അവർ വരികയാണ്. നമുക്കേത് കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ അറിയുന്നതിന് മുമ്പ് അവര് നമുക്ക് നിർദ്ദേശങ്ങൾ തരികയാണ്. ഒരാൾക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ സ്നേഹം ലോകത്ത് അവര് നമുക്ക് നൽകുകയാണ്. എപ്പോഴും തെറ്റുകൾ സംഭവിച്ചാൽ അവരെ റഹ്മത്ത് കൊണ്ട് അവർ പുറത്തു തരികയാണ്. അദബ് കേടുകളെ അവർ മാഫാക്കുകയാണ്. അവര് നമ്മുടെ കാര്യങ്ങളിൽ നമ്മളിലേറെ ശ്രദ്ധ ചെലുത്തുകയാണ്. ആ മശായിഖന്മാരെ മുന്നിലുള്ള നമ്മുടെ ഇരുത്തവും നമ്മുടെ സുഹബത്തും അതിലേറെ രസകരമായ ഒരു സംഭവം ഭൂമി ലോകത്ത് ഇല്ലേ ഇല്ല. കണ്ടോ സഹോദരന്മാർ, എന്തെല്ലാം പറഞ്ഞു വെച്ചു. ഇനി എന്താ പറയാൻ ബാക്കി? അല്ലാഹുത്തആല നേരിട്ട് ഹാജരാകുന്ന പോലെ അനുഭവപ്പെടുമെന്നാണ്. തെറ്റു സംഭവിച്ചാൽ അവർ റഹ്മത്ത് കൊണ്ട് അവര് പുറത്തു തരും, അവര് മാപ്പാക്കി തരുമെന്നാണ് പറഞ്ഞത്. എന്താ അതിനൊക്കെയുള്ള അടിസ്ഥാനം? കൊടുത്ത കഴിവ്. എങ്കിൽ പിന്നെ പടച്ചോനാ പറഞ്ഞ പാട്ടിന് എന്തിനാ മുസ്ലിയാക്കന്മാർ ഉടഞ്ഞു തുള്ളുന്നത്? ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങളതല്ല എന്നെന്തിനാ പറയുന്നു? ഇത് പൂർണ്ണമായും നിങ്ങളുടെ തന്നെയാണ്, ഒന്നും യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, റഹ്മാനായ റബ്ബിനെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താ? അല്ലാഹു തആല സമീഉൻ ബസീറാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ് എന്നാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ മഹാന്മാരും, അവരും അത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ബാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവര് നമ്മളെ പോലെയല്ല. 1000 ജോലികൾ അവർക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ടാകും. ആ ജോലികളാണ് അവരോരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ വർഷിപ്പിക്കാൻ, അതുപോലെ തന്നെ ആളുകൾക്ക് ഓരോന്ന് നൽകുക, ഇതൊക്കെ അവരുടേതായ ഇടപെടലുകൾ അതിൽ ആവശ്യമാണെന്ന് ഹദീസിൽ തന്നെ പറഞ്ഞു. അവരതിന്റെ ജോലിയിലാകും. അതുകൊണ്ട് തന്നെ ആ ജോലിക്കിടയിൽ നിന്റെ ഒരു പ്രയാസം പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നീ അവിടെ ചെന്ന് നിന്നാൽ മതി. മാത്രമല്ല, ചിലപ്പോൾ നിന്റെ ഹൃദയത്തിന് തുമഇനീനത്ത്, അടക്കം കിട്ടുന്ന രൂപത്തിൽ അവരിൽ നിന്ന് വലിയ കറാമത്തുകൾ സംഭവിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകും. ചിലപ്പോൾ നീ അവിടെ വന്നു നിന്നാൽ, നീ ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ നീ വന്ന കാര്യം അവർ ഇങ്ങോട്ട് പറയും. എത്ര അനുഭവങ്ങളുണ്ട്, നമുക്ക് തന്നെ എത്ര അനുഭവങ്ങളുണ്ട്. മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ടവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒന്നും പറയേണ്ടതില്ല. ആ ഹദറത്തിൽ ഇരുന്നാൽ അവർക്ക് മനസ്സിലായല്ലോ നീ എന്തിനാണ് വന്നത് എന്ന്. കാരണം നീ വരുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാമല്ലോ നിന്റെ മനസ്സ്, നിന്റെ കൽബിന്റെ തേട്ടമറിയുന്നവരാണവർ. കുഫിയകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. അവരെ സംബന്ധിച്ചിടത്തോളം ദേശങ്ങളോ അല്ലെങ്കിൽ നാടുകളോ രാജ്യങ്ങളോ ഇതൊന്നും നീ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സിൽ കൊണ്ടുവരുമ്പോഴേക്ക് അതറിയുന്നവരാണല്ലോ അവർ. സൂക്ഷിക്കണേ അവിടെ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, മുന്തിക്കരുത്, ഒന്നിനെയും സംസാരത്തെയും മുന്തിക്കരുത്. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹുവുമായി അവർ സംഭാഷണം നടത്തുന്ന സമയങ്ങളുണ്ട് അവർക്ക്. അല്ലാഹുവിൽ നിന്നായി അവർ സംസാരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലാണ് നീ അവരോടെന്തെങ്കിലും ഒന്ന് മുന്തി പറഞ്ഞത് എങ്കിൽ അതെത്ര അപകടമാണ്. അങ്ങനെ പറയേണ്ടതില്ല അവരോട്. കാരണം എന്തുകൊണ്ട്? ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു സമീആണ്, അലീമാണ്. അല്ലാഹുവിന്റെ സ്ഥാനത്ത് വരുന്ന ഈ മശായിഖന്മാർ, അല്ലാഹു അവർക്ക് പ്രത്യേകമായ കഴിവ് നൽകി. അല്ലാഹു അവരുടെ കൈയും കാലും കണ്ണും കൽബും നാവുമൊക്കെ ആയി മാറിയപ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്ത് അവരിലൂടെ വെളിവാകും എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള തേട്ടം അവർ അറിഞ്ഞു കഴിഞ്ഞു. കണ്ടോ സഹോദര? അപ്പൊ അള്ളാഹുവിന്റെ സ്ഥാനത്ത് വിടുന്നവരാണ് അവർ.
നിന്റെ കൽബറിയും. നാട് പ്രശ്നമല്ല, ഭാഷ പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, എല്ലാം അറിയും അവര്. സമീ ആണ്, അലീമാണെന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് തന്നെയാണ് അള്ളാഹിന്റെ സ്ഥാനത്ത് വരുന്നവർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പടച്ച റബ്ബിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അവർക്കുമുണ്ട്. സാക്ഷാൽ കാരന്തൂർ മർക്കസിലെ ഉസ്താദായ സഖാഫി, ആ സഖാഫി തന്നെ പറയട്ടെ, അള്ളാഹിനെ പറ്റി അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, ലാ തഖുദൂ സിനത്തും വലാ നൗം. എങ്കിൽ ശൈഖന്മാരും അങ്ങനെ തന്നെയാണ്. കേട്ടോളൂ നിങ്ങൾ. മാലഹു റഖദു, അല്ലാഹുവിനിക്ക് ഉറക്കമില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം. ആയത്തുൽ കുർസിയിൽ പറഞ്ഞു അല്ലാഹു തആലാക്ക് തൂക്കിയോർക്കോ അല്ല ഉറക്കില്ല. വലിയ അങ്ങനെ തന്നെയാണ്. അതെ, വലിയ അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആലാക്ക് ഉറക്കമില്ല, മയക്കമില്ല. ലാ തഖുദൂ സിനത്തും വലാ നൗം. വലിയും അങ്ങനെ തന്നെയാണ്. വലിയനുമില്ല ഉറക്കം, വലിയനുമില്ല മയക്കം. എങ്കിൽ സഹോദരങ്ങളെ, ഇത് കാരന്തൂർ മർക്കസിലെ ഉസ്താദാണ് ഇദ്ദേഹം, സഖാഫിയാണ് അദ്ദേഹം. ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും അദ്ദേഹത്തിന് പല പുസ്തകങ്ങൾക്കും സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ അവതാരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി എന്ന് പറയുന്ന മടവൂർ ശൈഖിന്റെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ മൗലിദ്, ആ മൗലിദ് എഴുതിയ സഖാഫിയാണ് ഇയാള്. അയാളാണ് ഈ പറയുന്നത് ലാ തഖുദൂ സിനത്തും വലാ നൗം എന്ന് ആയത്തുൽ കുർസി അല്ലാഹനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് മഹാന്മാരും എന്നാ പറയുന്നത്. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ പരിണിത ഫലം തന്നെയാണ് ഈ ഇറങ്ങിയ പാട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു പഠിച്ചോൻ തന്നെയാണ്. അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലാഹ് കൊടുത്ത കഴിവാണ് വിശ്വസിച്ചാൽ പോരെ എന്നൊരു ഉസ്താദ് ചോദിച്ചാൽ അത് പറ്റില്ലെന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് ഞങ്ങളറിയില്ല, ഞങ്ങളല്ല എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് തന്നെയാണ് പരിപൂർണമായും ഇതിൻ്റെ ഉടമാവകാശം, ഉത്തരവാദിത്വം എന്നാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. പക്ഷെ ഒരു കാലത്ത് സമസ്ത ഉണ്ടായ കാലത്തൊന്നും ഇത്ര പച്ചക്ക്, ഇത്ര വ്യക്തമായി ഈ ഷിആയിസം പറഞ്ഞിരുന്നില്ല. ഉള്ളിലുണ്ടായേക്കാം, പക്ഷേ ഇത്ര വ്യക്തമായി പറയാൻ അവരും ധൈര്യം കാണിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിലേക്ക് എത്തിയത്. യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ ഘട്ടങ്ങൾ താണ്ടിയിട്ടാണ് സമസ്ത ഇവിടേക്ക് എത്തിയത്. ഒന്ന് ജസ്റ്റ് ഓടിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സമസ്ത ആദ്യം പറഞ്ഞ എന്താ? സമസ്ത ആദ്യമായി പറഞ്ഞത് നമ്മൾ ആരും മഹാന്മാർ പ്രാർത്ഥിക്കുന്നില്ല എന്നായിരുന്നു സമസ്ത ആദ്യമായി പറഞ്ഞത്. സമസ്തയുടെ ഔദ്യോഗിക ഭാരവാഹിയായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയ അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകം. അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ്. ഇത് രസം എന്ന് വെച്ചാൽ മുജാഹിദീങ്ങൾ പുസ്തകം ഇറക്കി, തൗഹീദ് സമഗ്ര പഠനം, കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ അതിന് മറുപടിയായിട്ട് എഴുതിയ പുസ്തകമാണ്. പക്ഷെ ഹെഡിങ് കൊടുത്ത എന്താ? ഫീ റദ്ദി തൗഹീദ്, തൗഹീദിന് ഖണ്ഡനം. അതാണ് സത്യവും ശരിയാണത്. അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന ഈ പുസ്തകം ഇത് 1945 ഇറങ്ങുന്നത്. 1945, ഏതാണ്ട് 80 കൊല്ലം പിന്നിട്ടു. ആ പുസ്തകത്തിന് അബ്ദുൽ ഖാദർ മൗലവിയെ ഖണ്ഡിച്ചുകൊണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇദ്ദേഹം ആവർത്തിച്ചു പറയുന്ന പ്രയോഗങ്ങൾ കാണാം. കർത്താവേ, കർത്താവേ എന്ന ഗ്രന്ഥകർത്താവേ എന്നാണ്. ഈ തൗഹീദിന്റെ പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവേ എന്നാണ് വിളി. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കാം. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. തവസ്സുല്, ഇസ്തിഗാസ മുതലായത് നബിയോടോ വലിയോടോ പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയോ അല്ലെന്ന് മുമ്പ് ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗാസയേ ഉള്ളൂ, തവസ്സുലേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിച്ചാൽ ശിർക്ക് തന്നെ. അവിടെ കൊടുത്ത കഴിവൊന്നുമില്ല. പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. നേരത്തെ മാലിക് വായിച്ചു, KVM ബന്താവൂർ എഴുതിയത് ആരാധിച്ചാലും അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. ഏതിനെ ആരാധിച്ചാലും അള്ളാഹുവിനുള്ള ആരാധനയാണ്. 945 അവർ എഴുതിയത്
അല്ലാഹു അല്ലാത്ത ഏതിനെയും നബിയാകട്ടെ വലിയാവട്ടെ കല്ലാവട്ടെ മരമാവട്ടെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ശിർക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. അപ്പൊ മുസ്ലിമാണോ ഓ വിശ്വസിക്കും, മുസ്ലിമാണോ ഓ വിശ്വസിക്കും എന്നാണ് അന്ന് ഔദ്യോഗികമായി എഴുതിയത്. അത് മാത്രമല്ല 200-ാമത്തെ പേജാണെങ്കിൽ 109-ാമത്തെ പേജിൽ അദ്ദേഹം വീണ്ടും പറയാ, കർത്താവേ ഫഇന്നഹും അദുവ്വുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ എന്ന ആയത്തിൽ എടുത്തു കാണിച്ച ഗുണങ്ങളുള്ള ഒരാളോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതിൽ മുസ്ലിങ്ങളിൽ യാതൊരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണ്. പടച്ച റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിൽ നിന്നും അദ്ദേഹം ബറാഅ് പ്രഖ്യാപിച്ചു, അദ്ദേഹം ബന്ധവിച്ഛേദനം പ്രഖ്യാപിച്ചു. എന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ള ബന്ധം റബ്ബുൽ ആലമീനോട് മാത്രമാണ്. ആ ആയത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഈ ആയത്തിൽ എടുത്തു കാണിച്ച ഗുണങ്ങളുള്ള ഒരാളോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതെന്താ ഗുണം? റബ്ബുൽ ആലമീൻ അല്ലെങ്കിൽ മുദബ്ബിറുൽ ആലം, കുതുബുൽ ആലം എന്നൊക്കെ പറയുന്നതാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ ഈ ഗുണങ്ങളുള്ള ഒരാളോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതിൽ മുസ്ലിങ്ങളിൽ യാതൊരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. കഴിഞ്ഞില്ല, അദ്ദേഹം വീണ്ടും വ്യത്യസ്തമായ പ്രയോഗങ്ങൾ കാണാം. 133-ാമത്തെ പേജ്. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിം പറയുന്നതുമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. സഹോദരൻ, ഇത്ര വ്യക്തമായി അന്ന് സമസ്ത എഴുതി പ്രാർത്ഥിക്കലില്ല, അത് തർക്കമില്ല. പ്രാർത്ഥിച്ച ശിർക്കാണ്, അത് ഏത് മുസ്ലിമിനും അറിയാം, അത് അറിയാത്ത മുസ്ലിമീങ്ങളില്ല എന്നാണ് 1945 സമസ്തയുടെ ഔദ്യോഗികമായ ഭാരവാഹിയായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അന്ന് എഴുതി വെച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്, ഒന്നാമത്തെ മറക്കാൻ പാടില്ല. രണ്ടാമത്തെ ചോദ്യം, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയത് നിങ്ങൾ ഇന്ന് അംഗീകരിക്കുമോ? മറന്നില്ല, ഈ എഴുതിയത് ഇത് ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗികമായി അന്ന് പ്രസിദ്ധീകരിച്ചാണ് എങ്കിൽ ആ എഴുതിയത് സമസ്ത ഇന്ന് അംഗീകരിക്കുമോ? അംഗീകരിക്കുമെങ്കിൽ പിന്നെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ബാഷിരിന് മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞെന്താ? ശിർക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. അത് ശരിയാണെങ്കിൽ പിന്നെ എന്താ നിങ്ങളെ പറ്റി പറയാ? നിങ്ങൾ തീരുമാനിച്ചപ്പോ ഞങ്ങളെ കാഫിറാക്കിയോ എന്ന് ഒച്ചപ്പാണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ആക്കിയോ പാറ പോയത്തക്കാരൻ, അത് പോട്ടെ. അത് KNM സഹയാത്രികനായ ആൾ പറഞ്ഞു, അത് തീർത്തും അബദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാന്തപുരം മുസ്ലിം വലുത് പറഞ്ഞു, മുജാഹിദും ജമാഅത്തും എല്ലാം കാഫിറാണെന്നത്, അതും ശരിയല്ല. അതിനൊക്കെ ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട്. പക്ഷേ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഇവിടെ എഴുതിയ ഇതുമായി ബന്ധപ്പെടുത്തി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഘട്ടം സമസ്തന്റെ ഇതാണ്. എന്ത്? അന്ന് പ്രാർത്ഥിക്കലില്ല, പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പാടില്ല, ഒരു മുസ്ലിമും പറയുകയില്ല. പ്രാർത്ഥിച്ച ശിർക്ക് തന്നെയാണ്, സഹായം തേടിയ കുഴപ്പമില്ല, പ്രാർത്ഥിച്ച ശിർക്കാണ്. അതായിരുന്നു ഒന്നാമത്തെ ഘട്ടം. ആ ഘട്ടത്തിൽ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പാട്ടൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഘട്ടം എന്താ? കാന്തപുരം മുസ്ലിയാർ രംഗത്ത് വന്നത് മുതൽ അയാൾ പുതിയൊരു വ്യാഖ്യാനവുമായി വന്നു. കൊട്ടപ്പുറത്താണ് ആ വ്യാഖ്യാനം ആദ്യം ഇറക്കിയത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്ര പ്ലസ് അർത്ഥന. പ്ര എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണ്, അർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്നാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരത്തോട് ആവശ്യപ്പെടുക എന്നാണ്. എന്നൊരു മൂപ്പര് വലിയ ചോദ്യം, മൗലവി ഒരു കാര്യം അലങ്കാരത്തോട് ആവശ്യപ്പെട്ടാൽ ശിർക്കാകുമോ മൗലവി? അതായത് രണ്ടാമത്തെ ഘട്ടം. അന്ന് ബഹുമാന്യനായ AP അബ്ദുൽ ഖാദിർ മൗലവി റഹിമഹുള്ളയാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിയാരെ എന്തൊരു ന്യായമാണിത്? അങ്ങനെയാണെങ്കിൽ മല എന്ന് പറഞ്ഞാൽ പർവ്വതമെന്നാണ്, ദ്വാരം എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ്. അപ്പോൾ മലദ്വാരം എന്ന് പറഞ്ഞാൽ പർവ്വത ഗുഹ എന്ന് അർത്ഥം വെക്കുമോ? അതുകൊണ്ട് അതിന്റെ കാറ്റ് പോയി, പിന്നെ ആ ചോദ്യം ഉണ്ടായിട്ടില്ല. അന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞ ന്യായം അതായിരുന്നു, പ്ര പ്ലസ് അർത്ഥന. അതുകൊണ്ടൊരു കാര്യം ആലങ്കാരികമായി ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ ശിർക്കാവുക എന്ന് സമസ്ത രണ്ടാമത് പറഞ്ഞു. അതാ രണ്ടാമത്തെ ഘട്ടം. അപ്പൊ മെല്ലെ മെല്ലെ ഇങ്ങനെ പോരുന്നു.
പ്രാർത്ഥിക്കാമെന്ന വാദത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരികയാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം എത്തിയപ്പോൾ ആണ് പിന്നെ പ്രാർത്ഥിക്കാമെന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. മൂന്നാം ഘട്ടത്തേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ പിന്നെ നേർക്കുനേരെ പറഞ്ഞു പ്രാർത്ഥിക്കാം, അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല അത് ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യമാണ് എന്ന് പോലും എഴുതാൻ ധൈര്യം കാണിച്ചു. ഇത് ഫതാവ മുഹ്യിസുന്ന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്ന AP വിഭാഗം സമസ്തയുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ ഒരാൾ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും അദ്ദേഹം തിരുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫത്വകളാണ് ഫതാവ മുഹ്യിസുന്ന. മുഹ്യിസുന്ന സുന്നത്തിനെ ജീവിപ്പിക്കാത്ത പണി എന്താ? ഈ മാത്തത്തെ സുന്ന എല്ലാ സുന്നത്തും മരിപ്പിക്കലാണ്. എന്നാലും പേരിട്ടത് മുഹ്യിസുന്ന. അതിന് അദ്ദേഹത്തിന് ചോദ്യം, ഇതിന്റെ 38ാമത്തെ പേജിൽ ഫതാവ മുഹ്യിസുന്ന ഭാഗം 2 പേജ് 38. അതിന് ചോദ്യം, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? നേരത്തെ വായിച്ചു റഷീദ് മൂസ മുസ്ലിയാർ പറഞ്ഞത് എന്താ? പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഒരു മുസ്ലിമും പറയുകയില്ല പ്രാർത്ഥിക്കൽ ശിർക്ക് തന്നെയാണ്. എന്നാൽ അവിടുന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പൊന്മള മുസ്ലിയാരുടെ ചോദ്യം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? ഇതാണ് ചോദ്യം. ഉത്തരം അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്. എന്താ പറഞ്ഞത്? വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയം തന്നെയാണ്. ചോദ്യം എന്താ? വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. റഷീദ് മൂസ മുസ്ലിയാർ പറയാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഒരു മുസ്ലിമിനും തർക്കമില്ല. പൊന്മള മുസ്ലിയാർ പറയാ ഖുർആൻ ഹദീസും പഠിപ്പിച്ച കാര്യമാണ്, വിളിച്ചു പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, അവിടെയാണ് മൂന്നാമത്തെ ഘട്ടം വന്നത്. പ്രാർത്ഥിക്കാം തന്നെ നേർക്കുനേരെ പച്ച മലയാളത്തിൽ എഴുതി രേഖയായി ഖിയാമത്ത് വരെ ഉള്ളവർക്ക് ഈമാൻ തെറ്റിക്കാൻ വേണ്ടി അത് ഇവിടെ സംഭാവന ചെയ്തു വെച്ചു. ഇനിയും മൂപ്പയ്ക്ക് തിരുത്താം, പക്ഷെ ഇപ്പോഴും തിരുത്തിയിട്ടില്ല. ഇനി മരിച്ചാൽ കഴിവ് കൂടും, അന്ന് തിരുത്താൻ കാത്തിക്കാണോ നമുക്കറിയില്ല. എന്താണെങ്കിലും ഇത് മൂന്നാമത്തെ ഘട്ടമായി കാണാം. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ചോദ്യം ഉന്നയിക്കുന്നു. ചോദ്യം 3 ഒരുപാട് മുസ്ലിയാക്കന്മാർ ലൈവിൽ കേൾക്കുന്നുണ്ട്. എനിക്കറിയാം, പല മനുഷ്യന്മാരും മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോട് കൂടിയാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, റഷീദ് മൂസ മുസ്ലിയാർ പറഞ്ഞതാണോ പൊന്മള മുസ്ലിയാർ പറഞ്ഞതാണോ നിങ്ങളുടെ ഔദ്യോഗിക വാദം? ഇത് രണ്ടും സമസ്തന്റാണ്. ഒന്ന് പൊന്മള മുഫ്തിയാണ് AP സുന്നികളുടെ, അയാളെ ഫതാവയാണ്, ഫത്വകളാണ്. മറ്റത് ഔദ്യോഗിക സമസ്ത, ഭിന്നിക്കുന്നതിന് മുമ്പുള്ള അവിഭക്ത സമസ്ത. ആ സമസ്തയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് എഴുതിയത്. അങ്ങനെ പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. ഇദ്ദേഹം പറയുന്നു പ്രാർത്ഥിക്കാൻ അനുവദനീയമാണ്, ഖുർആനും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഏതാണ് ഔദ്യോഗിക വാദം? പൊന്മലയുടേതാണ് ഔദ്യോഗിക വാദമെങ്കിൽ ഈ ഖുർആനും ഹദീസും റഷീദ് മൂസ മുസ്ലിയാർക്ക് മനസ്സിലായിട്ടില്ലേ? ഇതാണ് ഔദ്യോഗികമെങ്കിൽ പൊന്മള മുസ്ലിയാരെ കുറിച്ച് ഇനി എന്ത് പേരാ പറയേണ്ടത്? രണ്ടാലും നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞങ്ങളോട് പറയണമെന്നില്ല. സഹോദരങ്ങളെ, അതാണ് സമസ്തയുടെ മൂന്നാമത്തെ ഘട്ടം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അനുവദനീയമാണ്, ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് എന്ന് ധൈര്യമായി പറഞ്ഞതോടുകൂടി പിന്നെ ഒരു വ്യാപകമായി പ്രവൃത്തിപഥത്തിൽ വന്നു. അതുവരെ സാധാരണക്കാരൊക്കെ പറയും ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല, ഹക്കജാഹ് ബർക്കത്തോട് ചോദിക്കുകയാണ്, അവരെ ഇടയാളന്മാരാക്കുകയാണ്, തവസ്സുലാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇങ്ങനെ ധൈര്യം കൊടുത്തതോടുകൂടി നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ തന്നെ ഉണ്ടായി വന്നു. ഏതാനും ചില അത്തരം പ്രാർത്ഥനയുടെ ക്ലിപ്പുകൾ നിങ്ങളൊന്ന് കാണുക. ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം ഹൗദുൽ കൗസർ എന്ന വെള്ളം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം ഞങ്ങൾക്ക് നൽകണേ യാ റസൂൽ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. ഹൃദയം പിടക്കുന്നു
യാ റസൂലല്ലാഹ്. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. കണ്ടോ സഹോദര, ഈ എഴുതിയതിന്റെ പ്രവൃത്തിപരമാണ് കണ്ടത്. 945 എഴുതിയെന്തോ പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. അവിടുന്ന് മാറി പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നും ഖുർആനും ഹദീസും തെളിവുണ്ട് എന്നും പറഞ്ഞു കൊടുത്തപ്പോൾ സമൂഹത്തിൽ വന്ന മാറ്റമാണത്. അത് ഒരു പുസ്തകത്തിന് മാത്രമല്ല, പൊന്മള മുസ്ലിയാർ തന്നെ മറ്റൊരു പുസ്തകമാണ് ശിഥിലതന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ. ശിഥിലതന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്ന പേര് പുസ്തകമുണ്ട്. പ്രത്യേകം എന്താ പറയുക, വഹാബികളുടെ ചോദ്യവും പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ മറുപടിയും. അതിനും ഇതേ ചോദ്യമുണ്ട്, അതേ ഉത്തരവും കാണാം. ചോദ്യം 5, മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. ഇതേ ഉത്തരമാണ് അത് ആവർത്തിച്ച് അവിടെ നൽകിയത്. അതുമാത്രമല്ല, കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞപ്പോൾ അതിന് അവലോകനം ചെയ്തുകൊണ്ട് ഒരു പുസ്തകം ഇറങ്ങി. കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം എന്ന പേരിൽ ഒരു പുസ്തകം OM തരുവണ എന്ന് പറയുന്ന അവിടെ വലിയ എഴുത്തുകാരൻ എഴുതി. അതിന്റെ അവതാരിക എഴുതിയതോ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരാണ്. അപ്പൊ ആരെങ്കിലും എഴുതിയ അഡ്രസ് ഇല്ലാത്ത ബുക്കല്ല, സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരാണ് അതിന് അവതാരിക എഴുതിയത്. ആ പുസ്തകത്തിന് സംവാദം അങ്ങനെ വിവരിക്കുകയാണ്. ആ വിവരിക്കുന്ന കൂട്ടത്തിൽ കാണാം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. കാന്തപുരം മുസ്ലിയാർ പറഞ്ഞ വാചക എന്താണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. റഷീദ് മൂസ മുസ്ലിയാർ പറഞ്ഞതോ ഒരു മുസ്ലിം അങ്ങനെ പറയുകയില്ല. ഇയാള് പറയാ അത് തെളിവുണ്ട്, ഞാൻ ഓതിയിട്ടുണ്ട്. വീണ്ടും കാണാം അതിന്റെ 163-ാമത്തെ പേജ്, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മുജാഹിദ് മൗലവി വാശി പിടിച്ചു. എന്ത്? അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണം. മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആന് കൊണ്ട് തന്നെ AP സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി. അപ്പൊ ഖുർആന് കൊണ്ട് AP സ്ഥാപിച്ചു. എന്ത്? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പച്ചക്ക് എഴുതി വെച്ചു. ഇത് സംസ്ഥാന സുന്നിയുടെ മറ്റൊരു മാസിക നുസ്രത്തുൽ അനാം മാസിക. ഇതിലൊരു ഹെഡിങ് എന്താ അറിയോ? കാന്തപുരത്തിന്റെ ബിദ്അത്ത്. കാന്തപുരത്തിന്റെ ബിദ്അത്ത് അതെന്താ അറിയോ? കാന്തപുരം മുസ്ലിയാരുടെ ഒരു ചെറിയ ലേഖനം വന്നു. ആ ലേഖനത്തിൽ സുന്നി വോയിസിൽ 1993 ആഗസ്റ്റ് 1 മുതൽ 15 വരെ ലക്കത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചതായി ഇങ്ങനെ കാണുന്നു: സുന്നികൾ ഖബർ സന്ദർശനത്തിലൂടെ ഖബറിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഖബർ സന്ദർശനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ശിർക്കാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല എന്ന് കാന്തപുരം പ്രസംഗിച്ചു. ഖബർ സിയാറത്തിന് പോകുമ്പോൾ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്, അത് ശിർക്കാന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന് കാന്തപുരം മുസ്ലിം പ്രസംഗിച്ചു. നുസ്രത്ത് എന്തു പറയുന്നു എന്നാ ചോദ്യം. ആ പ്രസംഗം കോട്ട് ചെയ്തിട്ട് സുന്നി വോയിസ് പ്രസിദ്ധീകരിച്ചു. അത് കോട്ട് ചെയ്തിട്ട് ഇവിടെ ചോദ്യമായി കൊടുത്തിരിക്കുകയാണ്, ഇതേക്കുറിച്ച് എന്തു പറയാനുണ്ട്. അത് ആ ഹെഡിങ് എന്ത്? കാന്തപുരത്തിന്റെ ബിദ്അത്ത്. എന്നിട്ട് പറയാം, ആരും പറയാത്ത ശിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കാരണം അവർക്കറിയാം ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഖബർ സിയാറത്ത് ചെയ്താൽ അത് ശിർക്കാന്ന് മുജാഹിദീങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അത് അവർ ചോദിക്കുക, അത് ആരെ വെല്ലുവിളിക്കാനാ? എന്നാൽ സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നത് എന്താണ് ഇത്ര പേടിക്കാൻ? ഖബറാളികളോട് നേരിട്ട് പ്രാർത്ഥിക്കലുണ്ട്. എന്താ പറയാൻ പേടി? എന്താ സമ്മതിക്കാൻ പേടി? ഒരു പ്രശ്നവുമില്ല എന്നാണ് സംസ്ഥാന സുന്നികൾ ഒന്നുകൂടെ ധൈര്യം കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന് അവർ എഴുതി വിട്ടത്. അപ്പൊ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് തന്നെ എഴുതുകയും അത് പ്രാവർത്തികമായി കാണിക്കുകയും ചെയ്തു.
അതിന് അനന്തരഫലമാണ് നമ്മൾ തമ്മിൽ നടത്തിയ മംഗലാപുരം സംവാദത്തിൽ വെച്ച് MT അബൂബക്കർ ദാരിമി, ഈ പെരിന്തൽമണ്ണയുടെ പരിസരത്തുകാരനാണല്ലോ, അദ്ദേഹത്തോട് അന്ന് സംവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു, ഈ വിശ്വാസമാണെങ്കിൽ, സ്വയം കഴിവില്ല എന്ന വിശ്വാസത്തോടെ ചോദിച്ചാൽ ശിർക്കാവില്ല എന്നാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടിയാൽ അത് ശിർക്കാകുമോ? എന്താ മറുപടി? കേൾക്കാം നമുക്ക്. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം, മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി, അത് ശിർക്കല്ല. കണ്ടോ, അത് ശിർക്കല്ല. മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, സൃഷ്ടാവല്ല, മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആ പ്രാർത്ഥന, റബ്ബിനോട് നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, ആ പ്രാർത്ഥന നിർവഹിച്ചാൽ പോലും അത് ശിർക്കല്ല എന്ന് നേർക്കുനേരെ തുടർന്ന് സമ്മതിക്കുന്നിടത്തേക്ക് MT ദാരിമി, ഈ വിഭാഗം സുന്നികളുടെ വലിയ പ്രഭാഷകനാണല്ലോ, അദ്ദേഹം തന്നെ എത്തി. ഇതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ 4ാമത്തെ ഘട്ടത്തിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ്, ഇബ്ലീസിന്റെ വാദമാണ്. നഊദു ബില്ലാഹ്. റസൂൽ മൂസ മുസ്ലിയാർ പറഞ്ഞെന്താ? പ്രാർത്ഥന അള്ളാഹിനോടേ പറ്റുള്ളൂ, റബ്ബുൽ ആലമീൻ എന്ന വിശേഷമുള്ളവരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ഇങ്ങോട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നേർക്കുനേരെ എഴുതുന്നു, ഇബ്ലീസിന്റെ പ്രമേയമാണത്. ഏത്? റഷീദ് മൂസ മുസ്ലിയാർ അന്ന് എഴുതിയത്, സമസ്തയുടെ സ്ഥാപക നേതാക്കൾ അന്ന് എഴുതിയത്, പിന്നീട് വന്നത് പറയുന്നു അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഈ പുസ്തകം വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകമാണ്. ഹാഷിം നഈമി എന്ന് പറയുന്ന AP സമസ്തയുടെ ആളാണ് എഴുതിയത്. അവതാരിക എഴുതിയത് കീരത്ത് മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാരാണ്. അദ്ദേഹം ഹാഷിം നഈമി ഈ പുസ്തകത്തിൽ പറയാണ്, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന ഒരു ഹെഡിങ് ഉണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം പറയാണ്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതർ വഹാബികൾ തയ്യപ്പെടുത്തി. എങ്ങനെ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാകുന്നു. റസൂൽ മൂസ മുസ്ലിയാർ പറഞ്ഞതോ ഇല്ലാ റബ്ബൽ ആലമീൻ എന്ന ആയത്തിൽ പറഞ്ഞ ഗുണങ്ങൾ ഉള്ളവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. സ്വന്തം സംഘടനയിലെ പിൽക്കാലക്കാര് പറയുന്നു ആ എഴുതിയത് ഇബ്ലീസിന്റെ വാദമാണ്, ഇതാണ് പിന്നീട് അവതരിപ്പിച്ചത്. അപ്പോ പിന്നെ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് തീർത്തും ഇല്ലാതായി പോയി. അതിന് പറയാൻ പോലും പറ്റാത്ത ഒന്നായി മാറി. അത് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദമാണ് എന്നിടത്തേക്കാണ് എത്തിയത്. ഇതിനൊക്കെ ഞാൻ എന്താ? സ്വയം കഴിവുണ്ട് വിശ്വസിക്കുന്നില്ല, ഇലാഹാണ് വിശ്വസിക്കുന്നില്ല. സഹോദരൻ, ഇതല്ലേ ഇത് യഥാർത്ഥ ഷിയാക്കളുടെ വാദമല്ലേ? ഷിയാക്കളാണ് ശിർക്കിന്റെ നിർവചനം പറഞ്ഞപ്പോൾ, തൗഹീദിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ഷിയാക്കൾ പറഞ്ഞ ആശയമാണ് ഇലാഹാണെന്ന് വിശ്വാസമില്ലാതെ, ഖാലിഖാണെന്ന് വിശ്വാസമില്ലാതെ, സ്വയം കഴിവുണ്ട് വിശ്വസിക്കാതെ ഒരു കല്ലിന്റെയോ മരത്തിന്റെയോ നബിയുടെയോ വലിയന്റെയോ ആരുടെ മുമ്പിൽ കുമ്പിട്ടാലും ആരുടെ തേടിയാലും എന്തൊക്കെ ചെയ്താലും അത് ശിർക്കാവുക ഇല്ല എന്ന വാദം ലോക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ആ ഷിയാ വിശ്വാസമാണ് ത്വരീഖത്തിലൂടെ, സൂഫി മാർഗത്തിലൂടെ സമസ്തയിൽ എത്തിച്ചേർന്ന് സമസ്ത അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, 4ാമത് ചോദ്യം അവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ, ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ശിർക്കിന്റെ നിർവചനത്തിന്റെ കാര്യത്തിൽ നിങ്ങളും ഷിയാക്കളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ശിർക്കിന്റെ നിർവചനത്തിൽ സമസ്ത പറയുന്ന ഈ നിലപാടും ഷിയാക്കൾ പറയുന്ന നിലപാടും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ വ്യത്യാസമെന്ന് നിങ്ങൾ വ്യക്തമാക്കി തരേണ്ടതുണ്ട്. ഏതായിരുന്നാലും അവിടുന്ന് വിട്ട് സമസ്ത ഒന്നുകൂടെ മുന്നോട്ട് പോയി. പിന്നെ അവസാനം പറഞ്ഞു, കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ പോരാ, യാതൊരു പരിധിയുമില്ലാതെ കൊടുക്കുന്ന, പരിധിയില്ലാതെ കൊടുക്കും, എന്തും കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. പടച്ച റബ്ബിന്
എന്തെല്ലാം സിഫാത്തുണ്ടോ, അല്ലാഹു തആലക്ക് എന്തൊക്കെ സവിശേഷതയുണ്ടോ അത് മുഴുവനും മഹാന്മാർ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. വഹാബിയാളാരാ അതിന് പരിധി വെക്കാൻ എന്ന് അലവി സഖാഫി ചോദിച്ചത്. അല്ലാഹ് കൊടുക്കുന്നതിന് പരിധി വെക്കാൻ നിങ്ങളാരാന്നാ? കേൾക്കട്ടെ അദ്ദേഹത്തിന് ആ ചോദ്യം. അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നാ ചോദിച്ചു. കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുന്ന നമ്മൾ പറയണത്, കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കും, കൊടുക്കാത്ത കഴിവ് കൊണ്ടല്ല ഈ സഹായിക്കണതൊക്കെ. അങ്ങനെ എവിടെ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മഹാന്മാക്കൾക്ക് അല്ലാഹു കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അത് ഇത്രേ കൊടുക്കൂന്ന് നിങ്ങൾ ഇങ്ങനെ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ റസൂലിന് ഇപ്പൊ അന്ന് കൊടുക്കുന്നത് ഇത്ര എഴുതിയറ ഇത്ര ശതമാനം, മൊയ്തീൻ ശേഖർ ഇത്ര, ആ പൂതിയുടെ മനസ്സിൽ വെച്ചടി. അല്ലാഹു കൊടുക്കുന്നത് വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോ വല്ലേ നിലത്തുന്നു വിളിപ്പോർക്ക് ബായികൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അപ്പൊ എന്താ പറഞ്ഞത്? യാതൊരു കണക്കുമില്ല. തെളിവെന്താ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് റിസ്ക് കൊടുക്കുന്ന കഴിവ് കൊടുക്കുന്നല്ല. അല്ലാഹ് ഉപജീവന മാർഗം നൽകും, റിസ്ക് നൽകും. അതാ എന്താക്കിയത്? കഴിവ് കൊടുക്കും. ഏത് കഴിവാ കൊടുക്കുന്നത്? അള്ളാന്റെ കഴിവാണ് കൊടുക്കുക. അല്ലാഹു തആലയുടെ എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ മഹാന്മാർക്ക് കൊടുക്കുക. അപ്പൊ എന്തായി? അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു ചെയ്യും പോലെ ചെയ്യും. അപ്പൊ ഒരു മുസ്ലിമായിട്ട് ആലോചിച്ചു, എന്നാ അള്ളാഹു പടക്കുന്ന പോലെ പടക്കുന്നു വിചാരിച്ചാ പോലെ. അപ്പൊ CM പഠിച്ചോനാ പറഞ്ഞ അവരെ കുഴപ്പമുണ്ടോ? ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രവുമല്ല, സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങള്, അദ്ദേഹം പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങള് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചല്ലോ, അള്ളാഹു ചെയ്യുന്ന എല്ലാ മഹാന്മാര് ചെയ്യുന്ന, കേട്ടോളൂ നിങ്ങൾ. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ, അള്ളാഹു അറിയുന്നതൊക്കെ അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെയല്ല. എങ്ങനെ? അള്ളാഹു അറിയുന്നതൊക്കെ അറിയും, അള്ളാഹ് ചെയ്യുന്നതൊക്കെ ചെയ്യും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെയല്ല. എന്താ വ്യത്യാസം? അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട്, മറ്റൊരു അള്ളാഹ് കൊടുത്തതാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പടച്ചോനും സൃഷ്ടിയും തമ്മിൽ ഇപ്പൊ ഏക വ്യത്യാസം എന്താ? അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട്, ബാക്കിയുള്ളവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവാണ്. വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. പണ്ടൊക്കെ സുന്നി മദ്രസയിൽ ഞങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹ്ക്ക് വാജിബായ 20 സിഫത്ത്, മുസ്തഹീലായ 20 സിഫത്ത്, ജായിസായ 1 സിഫത്ത്, 41 സിഫത്തിലൊക്കെ പറഞ്ഞ അന്ന് എണ്ണി പഠിച്ചു പോന്നിരുന്നു. ഇനിയിപ്പോ അതിനൊന്നും പ്രസക്തി ഇല്ല. ഇപ്പൊ അല്ലാഹു തആലയും സൃഷ്ടികൾ തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഏക വ്യത്യാസം എന്താ? അല്ലാഹു സമദാണ്, സ്വയം കഴിവുള്ളവനാണ്. ബാക്കിയൊന്നും അല്ലാഹ് സമീആണ്, സൃഷ്ടിയും സമീആണ്. അല്ലാഹ് എന്തൊക്കെ കേൾക്കോ അതൊക്കെ മഹാന്മാരും കേൾക്കുമത്രേ. അല്ലാഹ് എന്തെല്ലാം കാണുമോ അതൊക്കെ മഹാന്മാരും കാണും. അല്ലാഹു എന്തെല്ലാം പ്രവർത്തിക്കുമോ അതൊക്കെ മഹാന്മാരും പ്രവർത്തിക്കും. വ്യത്യാസം എന്താ? ഒന്ന് സ്വയമുള്ളത്, മറ്റൊന്ന് കൊടുക്കുന്ന കഴിവ്. ഈ വ്യത്യാസമേ ഉള്ളൂ എന്നിടത്തേക്ക് രണ്ട് സമസ്തയും എത്തി. അവസാനം അതും വിട്ട് അതിനപ്പുറത്തേക്കാണ് പിന്നെ പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വാദവുമായി ബന്ധപ്പെട്ട് 5ാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, അള്ളാഹു ചെയ്യുന്നതെല്ലാം മഹാന്മാരും ചെയ്യുമെന്നത് സമസ്തയുടെ ഔദ്യോഗിക വാദം തന്നെയാണോ? സമസ്തയുടെ ഔദ്യോഗിക വാദം തന്നെയാണോ? ഏത്? അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യവും മഹാന്മാരും ചെയ്യും എന്നത് സമസ്തയുടെ ഔദ്യോഗിക വാദമാണോ? അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അത് ആണ് എന്നാണെങ്കിൽ പിന്നെ ഈ പാട്ടിനെ കുറ്റം പറയാൻ പറ്റൂല. അല്ല എന്നാണെങ്കിലോ ജിഫ്രിയെ പിടിച്ച് പ്രസിഡന്റ് ആക്കാൻ പറ്റൂല. രണ്ടാലൊന്ന് തീരുമാനമാവേണ്ടതുണ്ട്. അതും കഴിഞ്ഞ് അല്ലങ്ങനെ പരിധിയില്ലാതെ കൊടുക്കുന്നു വന്നപ്പോ പിന്നെ ഇനി പരിധി വെക്കാൻ പറ്റൂലെന്നായി. അപ്പൊ എന്തും കൊടുക്കാം. പണ്ടൊക്കെ എന്താ? വിളിച്ചാ വിളി കേൾക്കും, ഉത്തരം ചെയ്യും എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവിടുന്ന് വിട്ടു. എല്ലാം ഇന്ന് മഹാന്മാരുടെ കയ്യിലേക്കായി. അങ്ങനെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ മൊത്തം നിയന്താവ് അഥവാ റബ്ബുൽ ആലം. മറ്റൊരു വാക്കാണ് മുദബ്ബിറുൽ ആലം. മലയാളത്തിൽ പറഞ്ഞാൽ ജഗൻ നിയന്താവ്. അതാ ശരിക്കും മുദബ്ബിറുൽ ആലം. ജഗൻ നിയന്താവ് എന്ന മലയാളത്തിന്റെ അറബി പ്രയോഗമാണ് മുദബ്ബിറുൽ ആലം. ആ മുദബ്ബിറുൽ ആലം എന്നതും അല്ലാഹു തആല കൊടുത്തു. ആർക്ക്? കോഴിക്കോട്ട് മടവൂരി ജീവിച്ചു പോയ ചിറ്റടി മിത്ര അബൂബക്കർ മുസ്ലിയാർക്ക് അടക്കം കൊടുത്തു എന്നാണ്. ലോകം മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്
അവർക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു, അവരെല്ലാം ചെയ്യുമെന്നാണ് പറയുന്നത്. കേൾക്കാം മുസ്ലിയാക്കന്മാർ ന്യായീകരണം. ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ മടവൂർ ശൈഖുനയുടെ കുത്തുബുൽ-ആലം ശൈഖുന മടവൂർ, സുൽത്താനുൽ ഔലിയാ ശൈഖുന മടവൂർ, റഈസുൽ മഹ്ബൂബീൻ ശൈഖുന മടവൂർ, ഈ കാലഘട്ടത്തിന്റെ യുഗപുരുഷനായ, കാലത്തിന്റെ പരിഷ്കർത്താവായ അനമുതബ്ബിറുൽ-ആലം എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്ത ശൈഖുൽ മശായിഖായ ശൈഖുന മടവൂർ. ആ മടവൂർ ശൈഖുനയുടെ മഹത്വം അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിൽ രക്തധമനികൾ ചലിപ്പിക്കുന്ന കാലത്തോളം ഞങ്ങളത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ടോ സഹോദര, ഒരു സഖാഫിയാണ് പ്രസംഗിക്കുന്നത്. കാലന്തോറും മർക്കസിന് സഖാഫിയായി ഇറങ്ങിയ മനുഷ്യനാ ഈ പറയുന്നത്. എന്തെല്ലാം പറഞ്ഞു, ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്? അവിടെ മൊത്തം കൺട്രോള്. ലോകത്തിലെ അൽ ആലം, കുത്തുബുൽ ആലം, മുദബ്ബിറുൽ ആലം. അൽ ആലം എന്നതിന് എല്ലാരും ബോധ്യപ്പെടുത്ത അർത്ഥം എന്താ? മാസിവൽ ബാരി സുബ്ഹാന എന്ന. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാഹു അല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് ആലം. പടച്ചോനല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിനെല്ലാം പറഞ്ഞ പേരാ ആലം. അതാ റബ്ബുൽ ആലമീൻ. ലോകത്ത് രണ്ടേ ഉള്ളൂ, ഒന്ന് പടച്ചവൻ, മറ്റൊന്ന് പടപ്പുകൾ. ഒന്ന് ഖാലിഖ്, മറ്റൊന്ന് മഖ്ലൂഖ്. എങ്കിൽ ഖാലിഖല്ലാത്ത, പടച്ചവനല്ലാത്ത ബാക്കി എല്ലാത്തിനും പറയുന്ന പേരാണ് ആലം. ആകാശവും ഭൂമിയും അർശും കുർസിയും നരകവും സ്വർഗവും സൂര്യനും ചന്ദ്രനും ദുനിയാവും ആഖിറവും അടക്കമെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പദമാണ് അൽ ആലം എന്ന പദം. മുദബ്ബിറുൽ ആലം, ആ ആലമിന്റെ മൊത്തം നിയന്താവ് കോഴിക്കോട് മരിച്ചു മണ്ണടിഞ്ഞു പോയ ഈ അബൂബക്കർ മുസ്ലിയാരാണത്രേ. സഹോദരങ്ങൾ, അവിടേക്ക് എത്തി പിന്നീട് സമസ്ത. എന്നു മാത്രമല്ല, CM മടവൂരുകളെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറയുന്ന മനുഷ്യനുള്ള വായു പോലും ശ്വസിക്കാൻ കൊടുക്കുന്ന മടവൂരാണ്. കേട്ടോളൂ മറ്റൊരു മുസ്ലിയാർ. അതുകൊണ്ടല്ലേ ഈ മാസം കഴിഞ്ഞല്ലോ ശവ്വാല്, എവിടെയെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും മടവൂർ ശൈഖിൽ നിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ലഫ്ദ് ഈ ശവ്വാൽ 1 മുതലുള്ള ഒരൊറ്റ പ്രസംഗത്തിലും പറയാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ശൈഖുനയിൽ നിന്നാണ്. കുടിക്കുന്ന വെള്ളം യുക്തിവാദി അല്ലാതെ കുടിക്കുമ്പോ ആരെ വെള്ളമായി കുടിക്കണ്? അള്ളാഹ് കൊടുക്കുന്ന വെള്ളം. മടവൂർ ശൈഖ് അല്ല എന്ന് പറയുന്ന വഹാബി ഓൻ പ്രസംഗിക്കാൻ നടന്നു പോകുന്നത് ശൈഖുന കൊടുക്കുന്ന ഖുവ്വത്ത് റഹ്മാനല്ലേ, അള്ളാഹ് എല്ലാവർക്കും കൊടുക്കും. അതേ ശൈലിയാണ് ഔലിയാക്കന്മാരും. കണ്ടോ സഹോദര, കണ്ടോ? മടവൂര് ശൈഖ് അല്ലാന്ന് വഹാബി പ്രസംഗിക്കാൻ പോകുമ്പോ ആ പോകാതെ കഴിവ് കൊടുത്തതാരാ? മടവൂരാണത്രേ. ശ്വസിക്കുന്ന വായു മടവൂരിൻ്റെതാണത്രേ. എന്നിട്ടാ പാട്ടിന് കുഴപ്പം? പേരോട് മുസ്ലിം പറയാം, ഓ ശിർക്കാണ്, ഇസ്ലാമിന് പുറത്താണ്, ഒരു ഭാര്യ ഹറാമാണ്, ഇനി മരിച്ച അവിടെ മറയാൻ പറ്റൂല. എന്നാ ആദ്യം പേരോട് മുസ്ലിയുടെ ഭാര്യ ഹറാമായി മാറും ഇതനുസരിച്ചാണെങ്കിൽ. മൂപ്പര് പറഞ്ഞ വാദം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ ഓതി ആയത്തുകൾ മുഴുവനും ഒന്ന് ഒറ്റക്കിരുന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്ന് ഓതി നോക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ എല്ലാം മടവൂരരായി മാറി. എന്താ? കൊടുത്ത കഴിവാണ്, കൊടുത്ത കഴിവാണ്. എന്തെല്ലാം മുസ്ലിയൊക്കെ പറഞ്ഞോ, ഞാൻ കേൾപ്പിക്കുന്നില്ല. ആകാശത്തെ വേണേ ഭൂമിയാക്കാൻ മടവൂരിന് കഴിയും, ഭൂമിയെ വേണമെങ്കിൽ ആകാശമാക്കാനും മടവൂരിന് കഴിയും. ആണിനെ പെണ്ണാക്കാൻ കഴിയും, പെണ്ണിനെ ആണാക്കാൻ കഴിയും. ഇതിനൊക്കെ മടവൂരിന് സാധിക്കുന്ന, അങ്ങനെ എന്തിനുമുള്ള കഴിവ് അല്ലാഹുവിനോട് കൊടുത്തിട്ടതാണ്. അങ്ങനെ കൊടുത്ത കഴിവെന്നാണ് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമില്ല. ഇതാണ് സമസ്തയുടെ 6ാമത്തെ ഘട്ടം. അതും കഴിഞ്ഞ് 7ാമത്തെ ഘട്ടത്തേക്ക് എത്തിയപ്പോൾ ഇപ്പൊ ചില ഉസ്താദുമാരെ പറയാ മുദബ്ബിറുൽ ആലം ഒന്നും വലിയ സ്ഥാനമല്ല, അതിന് മേലെ എത്രയോ സ്ഥാനം ബാക്കിയുണ്ട്. അല്ലാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കും, അത് വലിയ സ്ഥാനമല്ല. അതിനപ്പുറത്ത് എത്ര സ്ഥാനമുണ്ട്? മുദബ്ബിറുൽ ആലമിനും അപ്പുറത്ത് ഇനിയും സ്ഥാനങ്ങൾ എമ്പാടുമുണ്ട്. പറയട്ടെ സഖാഫി. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷെ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യുക. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മു അച്ചേൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിന്, മുഹൈമിന്,
ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെക്കുറിച്ച് അള്ളാഹു താല ഹുറാക്കി. അടിമ അൽ ഹുറിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ, ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാന് എന്നേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. അതാ കണ്ടോ. അപ്പൊ ആ ഘട്ടത്തിലേക്ക് എത്തിയ മുദബ്ബിറിനപ്പുറത്തേക്ക്, കുത്തുബിനപ്പുറത്തേക്കാണ് പോയി കഴിഞ്ഞാൽ പിന്നെ അബ്ദ് എന്നാണ് ഇല്ലാതായി. പിന്നെ അബ്ദുല്ല, അബ്ദ് പോയി. അബ്ദന അടിമ എന്നാണല്ലോ. അടിമത്വം ഒഴിവായി. പിന്നെ ഓ സ്വതന്ത്രനായി, ഹുറായി മാറി. പിന്നെ അള്ളാന്റെ അടിമല്ല, പിന്നെ ഓ അള്ളാണ്. പിന്നെ അബ്ദുൽ ഖാദിർ അല്ല, ഖാദിറാണ്. സലാമ്, മുഅ്മിന്, മുഹൈമിന് തുടങ്ങി പടച്ചറബിന്റെ എല്ലാ നാമങ്ങളും അതേപോലെ മഹാന്മാർക്ക് ഉപയോഗിക്കാം. പിന്നെ അബ്ദില്ലാന്ന സഹോദരന്മാർ ഏറ്റവും വലിയ ആരാ? അള്ളാന്റെ റസൂലല്ലേ. ആ റസൂലിനെ പറ്റി ഖുർആനിൽ എത്ര സ്ഥലത്താണ് അബ്ദുല്ലാഹ് ഉപയോഗിച്ചത്? വന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉ, അള്ളാഹിന്റെ അടിമ എന്നാ പറഞ്ഞത്. ഇസ്രാ മിഅ്റാജ് യാത്ര പറഞ്ഞപ്പോഴോ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അള്ളാഹിന്റെ അബ്ദിനെ, അള്ളാഹിന്റെ അടിമയെ ഇസ്രാ നടത്തി. അല്ലാഹു തആല എത്ര പരിശുദ്ധനാണ്, എത്ര സ്ഥലത്താണ് പറഞ്ഞത്. എല്ലാ നബിമാരെ കുറിച്ച് അള്ളാഹ് ഒന്നിച്ചു പറഞ്ഞല്ലോ. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഒറ്റ നബിയും അള്ളാഹിന്റെ അബ്ദാവാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്. മസീഹാവട്ടെ മറ്റുള്ളവരാവട്ടെ യാതൊരു മടിയുമില്ല. എന്തിന്? അയ്യകൂന അബ്ദൻ ലില്ലാഹ്, അള്ളാഹിന്റെ അബ്ദാവൽ അതൊരു ഫഖറാണ്, അത് വലിയ അഭിമാനമാണ്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, അബ്ദുൻ റസൂലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. മലിക്കുൻ റസൂലാകണോ അബ്ദുൻ റസൂലാകണോ എന്ന ചോയ്സ് വന്നപ്പോ നബി തങ്ങൾ അബ്ദുൻ റസൂൽ, കാരണം മലിക്കു റസൂലിനെക്കാളും മീരയാണ് അബ്ദുൻ റസൂൽ എന്ന് തഫ്സീർ റാസിയിൽ സൂറത്തുൽ കഹ്ഫിൽ കാണാം വ്യാഖ്യാനത്തിൽ. ഇവിടെ പറയാ അബ്ദ് എന്ന സ്ഥാനം ഒഴിവാകും. പിന്നെ അള്ളാന്റെ അടിമല്ല, അവിടുന്ന് വിട്ടു. പിന്നെ ശൈത്താൻ അടിമാവും, അതാ സത്യം. പിന്നെ ശൈത്താൻ അടിമായി അള്ളാഹത്തെ പോലെ കൊണ്ടുപോയി. അങ്ങനെ അവന് മറ്റൊരു ദർജയിലേക്ക് എത്തുന്നു. ഇതാണ് സമസ്തയുടെ 7ാമത്തെ ഘട്ടം. ഇവിടെ 6ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ അടിമ എന്ന സ്ഥാനത്ത് നിന്ന് മഹാന്മാർ പുറത്തു കടക്കും എന്ന സഖാഫിയുടെ ഈ വാദം സമസ്ത അംഗീകരിക്കുമോ? 2 സമസ്തനോടോ. ഇത് സഖാഫി പറഞ്ഞതാണ്. ഈ സഖാഫി ഇപ്പോഴും മർക്കസിലെ ഉസ്താദാണ്. മർക്കസിലെ ഉസ്താദാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന ആളാണ്. സഖാഫിമാരെ പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് അബ്ദ് എന്ന സ്ഥാനത്ത് നിന്ന് പോകും, അവിടുന്ന് പുറത്തേക്ക് കടക്കും. ഈ വാദം സമസ്ത അംഗീകരിക്കുന്നുണ്ടോ? ഇത്രയുമായപ്പോൾ പിന്നെ ചൗസ്താമാർക്ക് തോന്നി, ഇനിയിപ്പോൾ എന്താ വ്യത്യാസം? എല്ലാ മഹാന്മാരെ കയ്യിൽ അല്ല ചെയ്യുന്നൊക്കെ ചെയ്യാം, അല്ല കാണുന്നൊക്കെ കാണാം, ആകാശം ഭൂമിയും കൺട്രോൾ ചെയ്യാം. അതിനും അപ്പുറത്തേക്ക് അബ്ദ് ഒഴിവായി, എല്ലാം കഴിഞ്ഞു. അപ്പൊ ചില ഉസ്താദന്മാർക്ക് തോന്നി, അല്ല CM തന്നെ അല്ലേ പടച്ചോന്. അതാ 8ാമത്തെ ഘട്ടം. ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു, CM ഇങ്ങനെ കണ്ടാൽ ഇത് പടച്ചോനാ തോന്നും എന്നാണ്. അന്ന് തോന്നലേ ഉള്ളൂ, ഇപ്പൊ യാഥാർത്ഥ്യമായി. അതാ 8ാമത്തെ കേട്ടോളൂ നിങ്ങൾ. മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവരിവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM വലിയുള്ള പറഞ്ഞതാ. അതിന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് കണ്ടോ. പടച്ചോൻ തന്നെ തോന്നിപ്പോകുന്ന ദർജയ്ക്കെത്തീന. ഇതൊക്കെ പോലെ മുസാവറ മെമ്പർമാരാണ്. 7ാം കാലം മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചു പോയതല്ല. സമസ്തയുടെ ഔദ്യോഗികമായ മുഷാവറ മെമ്പർമാരിൽപ്പെട്ട ആളാണ് ഈ പ്രസംഗിച്ച മജീദ് മുസ്ലിയാരൊക്കെ. അവരാണ് പറയുന്നത് പടച്ചോൻ തന്നെ തോന്നിപ്പോകുന്ന. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞു, അല്ല പടച്ചോൻ തന്നെയാണ്. അനല്ലാ ഞാൻ തന്നെ അല്ലാ
എന്ന് CM പറഞ്ഞിട്ടുണ്ട് എന്ന് മുസ്ലിയാക്കന്മാർ പറയാൻ ധൈര്യം കാണിച്ചു. അതും കാണാം നമുക്ക്. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോട് അതെ മതി, ഇത് ഹികായത്തും മിനല്ലാഹ് എന്നാണ് ന്യായം. അപ്പൊ ഷെയ്ഖുന പറഞ്ഞു എന്ത്? അനല്ലാ, ഞാൻ തന്നെ അല്ലാ. നേരത്തെ മാലിക് സഹീബ് പറഞ്ഞല്ലോ, പണ്ട് ഹല്ലാജ് പറഞ്ഞു ഞാനാണ് അല്ലാ. ഇസ്ലാമിക ഭരണാധികാരി വധശിക്ഷ വിധിച്ചു, പരസ്യമായി കൊന്നുകളഞ്ഞു അദ്ദേഹത്തെ. ഫിർഔൻ പറഞ്ഞു ഞാനാ റബ്ബ്. അല്ലാഹു തആല കടലിൽ കൊണ്ടുപോയി മുക്കിയോനെ, കടലിൽ കൊണ്ടുപോയി മുക്കി. അതിന് സൂഫിയാണ് വ്യാഖ്യാനം എന്തറിയോ? സൂഫികൾ നേരത്തെ പറഞ്ഞ ഇബ്നു അറബിക്ക് കിതാബുണ്ട് അൽ ഫുസൂസ് വൽ ഹിക്കം. ആ കിതാബില് ഇബ്നു അറബി രേഖപ്പെടുത്തി വെക്കാണ് ഫിർഔന് കാമിലായ മുഅ്മിനായിരുന്നു, പരിപൂർണമായ ഈമാനുള്ള ഫിർഔന്. പക്ഷെ മൂസാ നബിക്ക് അത് മനസ്സിലായില്ല. അതുകൊണ്ട് അല്ലാഹു തആലക്ക് അറിയാം ഫിർഔന് സാധാരണ പോലെ മരിച്ചാൽ മൂസാ നബിയും കൂട്ടനും മയ്യത്ത് കുളിപ്പിക്കൂല. അതുകൊണ്ട് അല്ലാഹ് കടലിൽ കൊണ്ടുപോയി മുക്കിയിലാണ് നാം മയ്യത്ത് കുളിപ്പിക്കലായല്ലോ. ഫഖറജ ത്വാഹിറൻ മുതഹിറ, പരിശുദ്ധനായും പരിശുദ്ധനാക്കപ്പെട്ടവനായും കൊണ്ടാണ് ഫിർഔൻ ഈ ലോകത്തിൽ നിന്ന് പോയത്. ഏറ്റവും വലിയ മുഅ്മിനാണ് ഫിർഔൻ എന്ന് എഴുതി വെച്ച ഇബ്നു അറബിയാണ് സമസ്ത അംഗീകരിക്കുന്ന ഷെയ്ഖുൽ അക്ബർ. ഷെയ്ഖുൽ അക്ബർ, ഏറ്റവും വലിയ ഷെയ്ഖ്. അക്ബരിയ ത്വരീഖത്ത് സമസ്ത തള്ളുമോ? സുന്നി സാഹിത്യ തറവാട്ടിന്റെ കാവലാണെന്ന് നേരത്തെ കേട്ട KVM പന്താവൂര് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്. ശരിയായ 554 ത്വരീഖത്തുകൾ, അതിൽപ്പെട്ട ത്വരീഖത്താണ് അക്ബരിയ ത്വരീഖത്ത്. ആ അക്ബരിയ ത്വരീഖത്തിന്റെ ശില്പിയാണ് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി. അയാളാണ് പറഞ്ഞത് ഫിർഔന് കാമിലായ മുഅ്മിനാണ്. അങ്ങനെ ബാഹ്യമായും ശുദ്ധി വേണം, ആന്തരികമായും ശുദ്ധി വേണം, കമ്മിയാകാൻ പാടില്ല. അതിനാണ് അല്ലാഹു തആല കടലിൽ കൊണ്ടുപോയി മുക്കിയത് എന്നാണ് അയാൾ ഖുർആൻ ആയത്തോതിട്ട് തെളിവാക്കിയത്. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ കിതാബ് എഴുതി തംബീഹുൽ ഗബി ഫീ തക്ഫീർ ഇബ്നു അറബി എന്ന പേരിൽ ഇബ്നു അറബി കാഫിറാണ് എന്ന് വിധി എഴുതിക്കൊണ്ട് അന്നത്തെ കാലത്തെ മുസ്ലിം പണ്ഡിതന്മാർ കിതാബ് എഴുതി. ആ കിതാബ് ഇപ്പോൾ ലഭ്യമാണ് നമുക്ക്. അവിടേക്കാ പിന്നെ എത്തിയത്. എല്ലാം പഠിച്ചോനാണെന്ന് പറഞ്ഞു. CM അല്ലയാണ്, CM പഠിച്ചോൻ തന്നെയാണ്, ഞാൻ തന്നെ അല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തി. അതും കഴിഞ്ഞ് 10ാമത്തെ ഘട്ടമാണ് ഇപ്പം നമ്മൾ കേട്ടത്. CM ആരാ? പഠിച്ചോനോ? അതെ, ഞങ്ങളെ പഠിച്ചോൻ CM ആണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തി. ഇത് സുപ്രഭാതത്തിൽ വന്നതല്ല, ഇത് സുപ്രഭാതത്തിൽ വന്നതല്ല. ഈ പിഴച്ച വിശ്വാസം സമൂഹത്തിൽ പഠിപ്പിക്കുകയും അതിന് പ്രചോദനമേകുകയും അതിന് ഓരോരുത്തരും ഇങ്ങനെ പച്ച പുതച്ചിറങ്ങി ഔലിയാക്കന്മാരെ കൊണ്ട് ഓരോരുത്തരും ഔലിയാന്നും പറഞ്ഞ് പച്ച പുതച്ചിറങ്ങി. ഇപ്പൊ ഓലെ കൊണ്ട് ഇപ്പൊ മുസ്ലിയാക്കന്മാരെ കുടുങ്ങി. അപ്പോഴാ പേരോട് മുസ്ലിയാരൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ട് ഇപ്പൊ എന്താ തൗഹീദ് വേണം, ശിർക്കിന്റെ ഗൗരവം. ഖുർആനിലെ ആയത്തോതി ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്ന ആയത്തുകൾ ഓതുമ്പോൾ പണ്ട് മുജാഹിദ് ആയത്തുമെന്നവർ മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്താണ്, ജൂതന്മാർക്ക് ഇറങ്ങിയ ആയത്താണ്, അത് മുസ്ലിമീങ്ങളെ പേര് വെച്ചിട്ട് ഖവാരിജികളെ പണിയാണ് എന്ന് പറഞ്ഞ മനുഷ്യന്മാര് ഇപ്പതാ പറയുന്നു അല്ല, ഇത് ഈ ആയത്തൊക്കെ സത്യം തന്നെയാണ് എന്ന് ഇപ്പൊ അവർക്കും ബോധ്യമായി എന്നാണ് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ഈ ഒരു പാട്ട് അതുമായി ബന്ധപ്പെട്ടാണ് 7ാമത്തെ ചോദ്യം ഉന്നയിക്കാനുള്ളത്. നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇത് എങ്ങനെയാണ് ശിർക്കാവുക? സമസ്തയുടെ വിശ്വാസപ്രകാരം ഇതെങ്ങനെയാ ശിർക്കാവുക? കാരണം എന്താ, കൊടുത്ത കഴിവെന്താണ് എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നല്ലേ. പടച്ചോനാണ് പറഞ്ഞാൽ പടക്കാട് കഴിവ് അല്ല കൊടുത്തു എന്നൊരാൾ ന്യായീകരിച്ചാൽ എന്നാ കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരൂലേ? പടക്കാട് കഴിവ് സ്വയം ഉള്ളതല്ല, അല്ല കൊടുത്തതാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങളുടെ വാദപ്രകാരം, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇതെങ്ങനെ ശിർക്കാകുമെന്നാണ് 7ാമത്തെ ചോദ്യം. അതുമായി ബന്ധപ്പെടുത്തിയ 8ാമത്തെ ചോദ്യവും ഇതേ ആശയമാണ്. മാലപ്പാട്ടുകളിൽ, മൗലീദുകളിൽ, കുത്തുബിയത്തിൽ എല്ലാം ഉള്ളത് എങ്കിൽ അതും ശിർക്കാവേണ്ടതല്ലേ? ഇതേ ആശയമാണ്. എന്നത്തെ പറഞ്ഞല്ലോ. അതേപോലെ ധാരാളം വരികൾ
മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു ആ പാട്ട് എനിക്ക് വേണമെങ്കിൽ നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടച്ചിട്ട് പോരാൻ പറ്റും, തൽക്കാലം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നബി വന്ന് പറഞ്ഞില്ലേ നരകണ്ട്, അല്ലെങ്കിൽ ഞാൻ പൂട്ടിയിരുന്നു എന്ന്. നബി ഇത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നരകം കൊട്ടിയടക്കുമായിരുന്നു എന്നാണ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പാട്ട്. റാബിത്തുൽ അലവിയുടെ പേരിൽ പ്രചരിപ്പിച്ച കഥ എന്താ? റാബിത്തുൽ അലവിയ സ്വർഗം കത്തിക്കാൻ പോയി. അപ്പൊ ആൾക്കാർക്ക് അടുത്തല്ല, എന്താ പത് പരിപാടി, സ്വർഗമൊന്നും വേണ്ട, മനുഷ്യന്മാർക്ക് അല്ലാഹുവിനെ പേടില്ല, സ്വർഗത്തിനാണ് ആവശ്യം, അതുകൊണ്ട് സ്വർഗം വേണ്ട, ഞാൻ സ്വർഗം നശിപ്പിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞു വേണ്ട, സ്വർഗം ഉണ്ടായിട്ട് തന്നെ മനുഷ്യന്മാർ നന്നാവണില്ല, അപ്പൊ അതില്ലാഞ്ഞാലോ അത് ശരിയാ, ഇന്ന് അവിടെ നോട്ടെ, അതുകൊണ്ട് സ്വർഗം തൽക്കാലം നിലനിന്നതാണ് സൂഫി വിശ്വാസം. എന്താ അല്ലാഹ് കഴിവെടുത്താ പോരെ, കൊടുത്ത കഴിവാണ് സഹോദരമായ വല്ല നിവൃത്തിയുടെ. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പാട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് 7ാമത്തെ ചോദ്യം, നിങ്ങളെ വിശ്വാസപ്രകാരം ഇതെങ്ങനെ ശിർക്കാകും? മാത്രവുമല്ല ഇതേ ആശയമുള്ള മാലപ്പാട്ടുകൾ, മൗലീദുകൾ അതും ശിർക്കാവേണ്ടതല്ലേ? എന്താണെങ്കിലും ഇത് ശിർക്കാന്ന് ഇപ്പോഴൊക്കെ സമ്മതിച്ചു. പേരോട് മുസ്ലിയാട് അവർ ചെറിയൊരു ഭാഗം കേൾക്കാൻ നിങ്ങൾ. അല്ലാഹു തആല പറഞ്ഞു, വഖാലൽ മസീഹു, ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വറബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവരും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അപ്പൊ കണ്ടങ്ങള്, ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാരനോട് വിശ്വസിച്ചാൽ സ്വർഗം ഹറാമായി. ഇതല്ലേ മുജാഹിദീങ്ങൾ പറഞ്ഞത്? അന്ന് പറഞ്ഞത് അതൊന്നുമില്ല, അല്ലാഹുവിനെ പോലെ അല്ല, സ്വയം കഴിവുള്ള അല്ല, ഖാലിഖായ അല്ല എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. ഇപ്പൊ പറഞ്ഞതോ ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാരനുണ്ട്, തുല്യമാകുന്നവരുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. തെളിവെന്താ? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അൽഹംദുലില്ലാ, ഇത് എന്നും പറഞ്ഞാൽ മതി, ഇത് എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ മതി. പക്ഷേ അവിടെ 9ാമത്തെ ചോദ്യമുണ്ട്. ഇത്രയും കാലം നിങ്ങൾ സമുദായത്തെ പറഞ്ഞു പറ്റിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരാളിൽ ശിർക്ക് സംഭവിക്കുകയില്ല, ശിർക്ക് പേടിക്കേണ്ടതില്ല, ശിർക്ക് സംഭവിക്കുകയില്ല, ഒരു മുസ്ലിമിന് ശിർക്ക് ഉണ്ടാകൂല എന്നാ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഈ പാട്ട് ശിർക്കാണ്, ഈ പാട്ട് കുഫറാണ്, ഇത് പാടിയവന്റെ ഭാര്യ ഇനി ഭാര്യയല്ലാതായി മാറി, അവൻ മരിച്ചാൽ മുസ്ലിമുകൾ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല, അവന്റെ മക്കളെ കെട്ടിക്കുമ്പോൾ വലിയാകാൻ പറ്റൂല എന്നൊക്കെ പേരോട് മുസ്ലിം പറയുന്നുണ്ട്. ശേഷം എങ്കിൽ ഇത്രയും കാലം പറഞ്ഞു പറ്റിച്ച അസ്ല് ഇസ്ലാമികമായി ശരിയായ അസ്ലല്ല എന്നല്ലേ അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് 9ാമത്തെ ചോദ്യം. അവസാനമായി 10ാമത്തെ ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ എല്ലാ വാദങ്ങളും സ്ഥാപിച്ചത് കൊടുത്ത കഴിവില്ലെന്ന് സഹായിക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ ശിർക്കല്ല എന്നാണല്ലോ. എങ്കിൽ 10ാമത്തെ ചോദ്യം, തൗഹീദ് ശിർക്ക് പഠിപ്പിക്കുന്നിടത്ത് കൊടുത്ത കഴിവില്ലെന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയും, അവർക്ക് എവിടെയും എത്താൻ കഴിയും, എന്തുമാവാൻ കഴിയും എന്നൊരു വിശ്വാസം അഹ്ലുസുന്നയുടെ ഏത് ഇമാമാണ് പഠിപ്പിച്ചത്? അഹ്ലുസുന്നയുടെ ഏത് ഇമാമാണ് പഠിപ്പിച്ചത്? അത് ഷിയാക്കൾ പഠിപ്പിച്ചതാണ്. അഹ്ലുസുന്നയ്ക്ക് പരിചയമില്ല, ഷിയാക്കളുടെ വിശ്വാസമാണ്, അതൊരിക്കലും സുന്നത്തെ വിശ്വാസമല്ല എന്നൊരു ഇപ്പൊ ചില ഉസ്താദുമാരെ വിലപിക്കുക. ഒരു കോളേജിന്റെ സന്നദ്ധാന സമ്മേളനത്തിൽ പൊന്മള മുസ്ലിം നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അതും കൂടി ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. മൂപ്പര് പറയാം, നമ്മൾ കുറെ കുട്ടികളെ പഠിപ്പിച്ച് സനന്തൊക്കെ കൊടുത്ത് ഓലെങ്ങനെ വ്യത്യസ്ത പേര് സമൂഹത്തിലേക്ക് ഇറക്കുക, പക്ഷെ വയന്ന് പറയാൻ ഓലെ കിട്ടുന്നില്ല, ഖതീബാകാൻ കിട്ടുന്നില്ല, ഔലിയാകാൻ ഇഷ്ടം പോലെ ആളെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഔലിയാകാൻ എല്ലാവർക്കും പൂതി, അവിടെ ഈ ഔലിയക്കൂടാൻ തച്ച് പൊടിക്കണം എന്നാ മൂപ്പരവാദം. കേട്ടോളൂ നിങ്ങൾ. ഓരോ മഹലിലേക്ക് ചെല്ലണം, മഹലിലൊക്കെ ഔലിയനെ ആവശ്യം, ഓരോ മഹലിക്കും ഓരോ ഔല്യമാണ്, ആണോ? ആ മഹലിൽ ഇമാമത്തിക്കാൻ ആള് വേണം,
അല്ലെങ്കിൽ ആ മഹലിൽ ഖുതുബ നിർവഹിക്കാൻ ആൾ വേണം, അല്ലെങ്കിൽ ആ മഹലിൽ ദർസ് നടത്തുമ്പോൾ ആ ദർസ് നടത്താൻ ആൾ വേണം. ഇങ്ങനെ 100,000 ആവശ്യങ്ങൾ നമ്മളെ കൊണ്ടുണ്ട്. ഈ ആവശ്യങ്ങൾക്കൊന്നും ഈ കുതിരനെ പറ്റൂല, അതിനൊന്നും പറ്റൂല. എന്തിനാ പറ്റുക? ഔലിയാകുമ്പോൾ ആ ഔലിയൻ്റെ ഏജൻറ്റാ, അവിടെ ഒരു ഏജൻസി വന്നിട്ടുണ്ട്. കോട്ടക്കൽ ഐരിഷാലൊക്കെ ഒരുപാട് വലുത ഏജൻസി എന്ന മാതിരി ഔലിയൻ്റെ ഏജൻസി. അത് തന്നെ ആരെങ്കിലും അല്ല, മടവൂർ ഒഫാത്തായിട്ട് കാലങ്ങളായി, ഇപ്പം ഏജൻസി ആയിട്ട് ഇറങ്ങിക്കണം. അതെന്താ? മടവൂർ തങ്ങളെ എല്ലാ സംഗതികളും കിട്ടണം. അങ്ങനെ ഓരോ പേര് വെച്ചിട്ട് ആ പേര് കൂടെ പിന്നെ അറിയപ്പെടാം. എത്ര ഇങ്ങനെ ഇതൊക്കെ ഇറങ്ങി തച്ച് പൊളിച്ചോണ്ട് പോകും. ഈ ഔലിയ കൂടാരം നമുക്ക് ആവശ്യമുള്ള എത്ര സംഗതിയുണ്ട് കണ്ടോ? ഈ ഔലിയ കൂടാരം തച്ച് പൊളിക്കുന്ന ആ തച്ച് പൊളിക്കല ഇത്, ആ പരിപാടിയായത്. ഇങ്ങനത്തെ 4 പരിപാടി നടന്നാൽ ഇതൊക്കെ പൊളിയും. ഓര് തച്ചാ പൊളിയില്ല, ഒരു കൈ പൊന്തൂല തല്ലാന്. അപ്പോഴേക്ക് ബേജാറാ കുരുത്തക്കേട് ഇട്ടു വന്നേ. അവിടെ കുരുത്തക്കേടേ ഉള്ളൂ, കുരുത്തല്ല. അപ്പൊ കുരുത്തക്കേടുള്ളടുത്ത് കുരുത്തക്കേടേ കിട്ടുള്ളൂ. ഇവിടെ കുരുത്തുണ്ട്, നമുക്ക് ആ ബേജാറില്ല. അവിടെ സഹോദരങ്ങളെ, ഈ വക പണിയൊക്കെ അവസാനിപ്പിച്ച് സമൂഹത്തിന് ഖുർആനും ഹദീസും പറഞ്ഞെടുത്ത് അള്ളാഹിനെ കുറിച്ച് ഉത്ബോധിപ്പിക്ക്, സമൂഹം മാറ്റം വരും. അല്ലെങ്കിൽ ഇതല്ല, അതിനപ്പുറത്തേക്കുള്ള പാട്ടുകൾ ഇനിയും ധാരാളമായി വരാനുണ്ട് എന്നത് ഇനിയെങ്കിലും ഓർത്ത് ഈ ഉമ്മത്തിനെ തൗഹീദിന്റെ വഴിയിലേക്ക്, സുന്നത്തിന്റെ വഴിയിലേക്ക്, ഖുർആനിന്റെയും ഹദീസിന്റെയും വഴിയിലേക്ക് മാറി നിൽക്കാനെങ്കിലും സമ്മതിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.